എല്ലാവർക്കും കോട്ടയം സിവിൽ സർവീസ് അക്കാഡമിയിലേക്ക് സ്വാഗതം. നമ്മൾ പ്രധാനമായും ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എഡിറ്റോറിയൽ പേജിലെ അൺവാറന്റഡ് അറസ്റ്റ് എന്ന് തുടങ്ങുന്ന ഒരു എഡിറ്റോറിയൽ തുടങ്ങി ഫർസാദ് ബി ഗ്യാസ് ഫീൽഡ്, അതുപോലെ തന്നെ ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയുടെ ഒരു കൊളേജിയം വേണമെന്ന ആവശ്യം എന്നീ ആർട്ടിക്കിൾസ് ആണ്. ഒപ്പം തന്നെ ബംഗാൾ ഗവൺമെന്റ് ഒരു ലെജിസ്ലേറ്റീവ് കൗൺസിലിനെ ഫോം ചെയ്യാൻ പോകുന്നു. ഇങ്ങനെ മൂന്നാല് പ്രധാനപ്പെട്ട ആർട്ടിക്കിളുകളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇത് ആർട്ടിക്കിളിനപ്പുറത്ത് നമ്മൾ ഫിലിംസിന്റെ അല്ലെങ്കിൽ നമ്മുടെ അതിന്റെ ഫാക്ടുകളെ കുറിച്ചിട്ടാണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത്. ഒന്നാമത്തെ ആർട്ടിക്കിളിലേക്ക് പോകാം. ഒന്ന് അൺവാറന്റഡ് അറസ്റ്റ് എന്ന ഈ ആർട്ടിക്കിൾ. ഇതിന്റെ ഒരു പ്രധാനപ്പെട്ട പോയിന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ രണ്ട് ആളുകളുണ്ട്. ഒന്ന് കെ രഘുരാമകൃഷ്ണ രാജു, മറ്റൊരു ഭാഗത്ത് CM YS ജഗൻമോഹൻ റെഡ്ഡി. ഇങ്ങനെ ഒരു രണ്ടാളുകൾ. ഹി ഈസ് ദ ഗവൺമെന്റ്. YS ജഗൻമോഹൻ റെഡ്ഡി ആണ് the CM, and he is the chief of the particular state council of ministers. ഇദ്ദേഹത്തിനെതിരെ കുറച്ച് സംസാരിച്ചു, അല്ലെങ്കിൽ ഇദ്ദേഹത്തിനെതിരെ ചില ആരോപണങ്ങൾ ഉന്നയിച്ചു, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള രണ്ട് എലക്ട് ചെയ്യപ്പെട്ട ഒരു ഗവൺമെന്റിനെതിരെ സംസാരിച്ചു എന്ന ചാർജിലാണ് ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. അതായത് രണ്ട് മൂന്ന് പ്രധാനപ്പെട്ട സെക്ഷൻസ് ആണ്. 124A, 505, പിന്നെ വന്നിട്ട് 153A തുടങ്ങിയ സെക്ഷൻസ് വഴി, അല്ലെങ്കിൽ ഇന്ത്യൻ പീനൽ കോഡിന്റെ സെക്ഷൻസ് പ്രകാരം ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാൻ, അല്ലെങ്കിൽ CID അറസ്റ്റ് ചെയ്തു. ഈ CID അറസ്റ്റ് ചെയ്യുകയും, അല്ലെങ്കിൽ ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായത്, അതായത് ഒരു ആൾക്ക് അദ്ദേഹത്തിന്റെ അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യമില്ലേ? ആർട്ടിക്കിൾ 19(1) ക്ലോസ് A ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ പ്രകാരം അദ്ദേഹത്തിന്റെ അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യമില്ലേ? ഇതിനെതിരെയുള്ള ഒരു കടന്നുകയറ്റമായിട്ടാണ് 124A ഇവിടെ നമ്മൾ കാണേണ്ടത്. ഇതിന് എങ്ങനെയാണ് ഈ 124A മാത്രമല്ല, ഇതിനകത്ത് ഈ അറസ്റ്റ് നടന്നതിന്റെ പ്രധാനപ്പെട്ട കാര്യം ഈ ഒരു മൂന്ന് കാര്യങ്ങളാണ്. ഹേറ്റ് സ്പീച്ച്, ഗവൺമെന്റിനെതിരെ സംസാരിച്ചു, ഇങ്ങനെയുള്ള ചില പോയിന്റുകൾ, ചില ലോസ് പറഞ്ഞുകൊണ്ടാണ് ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. പക്ഷേ അർണേഷ് കുമാർ ജഡ്ജ്മെന്റിൽ റൂളിൽ സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ട്, there is no need to arrest a person of an offense that invites a present term of 7 years and less. 7 വർഷമോ അതിൽ കുറവോ ജയിൽ ടൈം ഉള്ള ഒരു ശിക്ഷയ്ക്ക് ഒരു വ്യക്തി അറസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞു. പക്ഷേ ഇവൻ they arrested in the name of 124A. അത് പ്രധാനമായിട്ടും എന്താണ്? ഗവൺമെന്റിനെതിരെ സംസാരിച്ചു എന്ന ഒരു കുറ്റം. അതിന് എന്തുകൊണ്ടാണ് നമുക്ക് അത് ഇമ്പോർട്ടന്റ് ആയിട്ട് മാറുന്നത്? ഈ ഒരു ആർട്ടിക്കിൾ നമുക്ക് അത്ര ഇമ്പോർട്ടന്റ് ഒന്നുമല്ല. പകരം എന്താണ്, ഈ 124A സെഡിഷൻ എന്ന പോയിന്റ് വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്. അതിന്റെ ഹിസ്റ്റോറിക്കൽ പെർസ്പെക്റ്റീവ് തുടങ്ങി ഇന്നത്തെ ഒരു അവസ്ഥ വരെ എന്താണ് എന്നത് പ്രധാനമായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ട പോയിന്റുകളാണ്. അതിൽ ഒന്ന് ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ട് നമ്മൾ നോക്കണം. അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഘട്ടം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഘടകം എന്ന് പറയുന്നത്, സെഡിഷൻ ലോ എനാക്ട് ചെയ്യപ്പെട്ടത് 17-ാം നൂറ്റാണ്ടിൽ വെച്ചായിരുന്നു. ഇംഗ്ലണ്ടിലെ ഗവൺമെന്റിനെതിരെ, അല്ലെങ്കിൽ മൊണാർക്കിക്കെതിരെ, രാജവംശത്തിനെതിരെ ഏതെങ്കിലും തരത്തിലുള്ള ബാഡ് ഒപ്പീനിയൻസ് ഉണ്ടാകുന്നുവെങ്കിൽ ആ ഒപ്പീനിയൻസിനെ സപ്രസ് ചെയ്യുക എന്ന ഉദ്ദേശം കൂടി എന്തിനുണ്ടായിരുന്നു? ഈ സെഡിഷൻ ലോയ്ക്ക് അന്നുണ്ടായിരുന്നു. പക്ഷേ അതിനൊപ്പം തന്നെ ലോ മേക്കേഴ്സിന്റെ ഒരു സ്ട്രിക്റ്റ് ആയിട്ടുള്ള ആഗ്രഹം എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഗവൺമെന്റിന് അനുകൂലമായിട്ടുള്ള നല്ല ഒപ്പീനിയൻസ് മാത്രം സർവൈവ് ചെയ്താൽ മതി. ബാക്കിയുള്ള എല്ലാ തരത്തിലുള്ള മോശം ഒപ്പീനിയൻസും അല്ലെങ്കിൽ അഭിപ്രായങ്ങളും എന്തായിരിക്കണം? ഗവൺമെന്റിനെതിരെ അല്ലെങ്കിൽ രാജാവിനെതിരെ ഉള്ള ഒരു ഗൂഢാലോചനയായിട്ട് ഇതിനെ കണക്കാക്കണം. അതുകൊണ്ട് എന്ത് ചെയ്യണം? ഇറ്റ് ഷുഡ് ബി സപ്രസ്ഡ്. ദിസ് സെന്റിമെന്റ് ഓഫ് was borrowed and inserted into the section 124A of IPC in 1870. 1870 ഈ ഒരു ആവശ്യം ഒരു നിയമമായിട്ട് മാറുകയും ബ്രിട്ടീഷ് ഗവൺമെന്റ് അത് നമ്മളുടെ ഇന്ത്യൻ സിസ്റ്റത്തിലേക്ക് കൊണ്ടുവരികയും ചെയ്തത്. എന്തുകൊണ്ടാണ്? ഇതിന്റെ കോർ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എന്ത് ചെയ്തു? ഗവൺമെന്റ് ഓഫ് ഇന്ത്യ, അല്ലെങ്കിൽ ബ്രിട്ടീഷ് ഗവൺമെന്റ് അന്ന് ഫേസ് ചെയ്തുകൊണ്ടിരുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ദ ഇമോഷൻ ഓഫ് ഫ്രീഡം ഫൈറ്റിംഗ്. അതിനുവേണ്ടി എന്ത് ചെയ്തു? ബ്രിട്ടീഷ് ഗവൺമെന്റിന്റെ പ്രവർത്തനങ്ങൾക്കെതിരെ ആളുകൾ സംഘം ചേരുകയും പ്രവർത്തിക്കുകയും സംസാരിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. അപ്പം that means the then government wanted to suppress such emotions. അതിനുവേണ്ടിയിട്ട് ഇന്ത്യൻ സിസ്റ്റം അഡോപ്റ്റ് ചെയ്ത, അല്ലെങ്കിൽ ബോറോ ചെയ്ത, അല്ലെങ്കിൽ ബ്രിട്ടീഷിൽ നിന്ന് കടം കൊണ്ടിട്ടുള്ള ഒരു നിയമമാണ് 124A of IPC in 1870 by British.
ബ്രിട്ടീഷ് യൂസ് ദ സെഡിഷൻ ലോ ടു കൺവിക്ട് ആൻഡ് സെന്റൻസ് ദ ഫ്രീഡം ഫൈറ്റേഴ്സ്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ എന്താണ്, ഈ ഗവൺമെന്റിനെതിരെയുള്ള ഏതൊരു അഭിപ്രായ പ്രകടനവും, നല്ലതൊഴികെയുള്ള ഏതൊരു അഭിപ്രായ പ്രകടനവും ഷുഡ് ബി കൺസിഡേർഡ് ആസ് എ ക്രൈം. അതിന്റെ ആദ്യത്തെ ഒരു വിക്ടിം ആയിരുന്നു ബാലഗംഗാധര തിലകൻ. 1897 ബാലഗംഗാധര തിലകനാണ് ആദ്യമായിട്ട് ഇതിന്റെ ഒരു ശിക്ഷ അല്ലെങ്കിൽ അനുഭവിച്ച ആദ്യത്തെ ആള് ഇദ്ദേഹമായിരുന്നു. അതുകൊണ്ട് തന്നെ എന്താണ്, പിൽക്കാലത്ത് അദ്ദേഹത്തെ മഹാത്മാഗാന്ധി യങ് ഇന്ത്യയിൽ എഴുതിയ ആർട്ടിക്കിളിലും കാരണം അദ്ദേഹത്തെയും എന്ത് ചെയ്തിട്ടുണ്ട്, ഇതിന് ട്രയൽ ചെയ്തിട്ടുണ്ട് ഓൺ സെഡിഷൻ ചാർജസ്. അപ്പോൾ മഹാത്മാഗാന്ധി പറഞ്ഞു, ബാലഗംഗാധര തിലകനെ പോലെ ഒരാളെ വിധിക്കാൻ അല്ലെങ്കിൽ അദ്ദേഹത്തെ വിചാരണ ചെയ്യാൻ ഉപയോഗിച്ച അതേ നിയമം കൊണ്ട് എന്നെയും വിചാരണ ചെയ്യുന്നതിനാൽ ഇദ്ദേഹം കൃതാർത്ഥനായി എന്നൊക്കെ ഒരു അഭിപ്രായം ഇദ്ദേഹം പിൽക്കാലത്ത് പറഞ്ഞിട്ടുണ്ട് ഡ്യൂറിംഗ് ദിസ് ട്രയൽ. ഇങ്ങനെ ഒരു സാഹചര്യം നമ്മുടെ രാജ്യത്തുണ്ടായി. നമുക്ക് ഒന്നുകൂടെ പറയാം, 17-ാം നൂറ്റാണ്ടിൽ ഇംഗ്ലണ്ടിൽ ഉണ്ടായിട്ടുള്ള ഒരു നിയമമാണ്, അല്ലെങ്കിൽ ഒരു നിയമം അല്ലെങ്കിൽ ഗവൺമെന്റിനെതിരെ സംസാരിക്കുന്നവരെ സപ്രസ് ചെയ്യാൻ ഉണ്ടാക്കിയ ഒരു നിയമമാണ് സെഡിഷൻ ലോ. 1870 ഈ രാജ്യത്ത് 1870 അല്ലെങ്കിൽ ആ ഒരു കാലഘട്ടം നോക്കുകയാണെങ്കിൽ ഫ്രീഡം ഫൈറ്റിംഗ് became the emotion of the then people of this country. അപ്പൊ എന്ത് ചെയ്യണം, they need to suppress the freedom fighters of this country, and hence they adopted 124A or borrowed this 124A from the British. അത് പലപ്പോഴും എന്തിട്ടുണ്ട്, it is used to convict and sentence the freedom fighters of India, and the Balagangadhar Tilakan was the first used to get prosecuted with this law, and later Mahatma Gandhi also get tried with this 124A for his article published in Young India. The Constituent Assembly debated to include sedition as a ground for restricting free speech. However, this was actually successfully opposed for fear, and it would be used to crush political dissent. But Constituent Assembly ഇതിൽ ഒരു വലിയ ചർച്ച തന്നെ നടത്തി. പക്ഷേ എന്ത് ചെയ്തു, later it became the part of Indian legal system. പക്ഷേ in the Brijbhushan versus State of Delhi, Ramesh Tabar versus State of Madras തുടങ്ങിയ കേസിൽ the Supreme Court highlighted these debates in 1950 in its decisions in Brijbhushan and versus State of Delhi and Ramesh Tabar versus State of Madras. ഈ കേസുകൾ ഓർത്ത് വയ്ക്കുക. നമ്മൾ കഴിഞ്ഞ ദിവസമൊക്കെ ഡിസ്കസ് ചെയ്തപ്പോൾ കേസുകൾ പലപ്പോഴും ചോദ്യങ്ങളായിട്ട് നമുക്ക് വന്നിട്ടുണ്ട്. The court held that a law which is restricted speech on the ground that it would disturb public order was unconstitutional. അതായത് പബ്ലിക് ഓർഡറിനെ, അതായത് നമുക്കറിയാം ആർട്ടിക്കിൾ 19(1) ക്ലോസ് എ ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ which has a kind of reasonable restrictions as well. അതായത് പബ്ലിക് ഓർഡർ, മൊറാലിറ്റി തുടങ്ങിയ അല്ലെങ്കിൽ പബ്ലിക് ഓർഡറിനെ കട്ടയിൽ ചെയ്യുന്ന ഏതൊരു തരത്തിലുമുള്ള ഒരു സ്പീച്ചിനെ അല്ലെങ്കിൽ അഭിപ്രായ പ്രകടനത്തിനെ എന്ത് ചെയ്യണം, തടഞ്ഞേ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യണം, the court held that a law which is restricted speech on the ground that it would disturb public order was unconstitutional. അതായത് പബ്ലിക് ഓർഡറിനെ ഡിസ്റ്റർബ് ചെയ്യുന്ന അല്ലെങ്കിൽ സ്പീച്ചിനെ റെസ്ട്രിക്ട് ചെയ്യാൻ ശ്രമിക്കുന്ന ഒരു നിയമവും അൺകോൺസ്റ്റിറ്റ്യൂഷണൽ അല്ല. നമുക്ക് ഒരു അല്പം കൂടെ ഡീറ്റെയിൽ ആവാം. ആർട്ടിക്കിൾ 19(1) ക്ലോസ് എ ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ ഫോഴ്സിംഗ് എന്ന് നമുക്ക് തൽക്കാലം എടുക്കാം. ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ, ഇറ്റ് ഈസ് one among the golden triangles of Constitution of India. Article 19, Article 14 and Article 21. ഇതിനെയാണ് നമ്മൾ ഗോൾഡൻ ട്രയാങ്കിൾ എന്ന് വിളിക്കുന്നത്. അതിലെ ഒരു പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ആർട്ടിക്കിൾ 19(1) ക്ലോസ് എ എന്നറിയപ്പെടുന്ന ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ. ഈ ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ എന്ന് പറയുന്നത് ഒരു വ്യക്തിയുടെ അഭിപ്രായ സ്വാതന്ത്ര്യം ആണ് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. നമുക്ക് എഴുത്തിലൂടെയോ നമ്മളുടെ സംസാരത്തിലൂടെയോ സ്പീച്ചിലൂടെയോ അല്ലെങ്കിൽ ഏതെങ്കിലും നമ്മളുടെ ആർട്ടുകളിലൂടെയോ അല്ലെങ്കിൽ നമ്മളുടെ വരകളിലൂടെയോ എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എക്സ്പ്രസ് ചെയ്യാനുള്ള അവകാശമുണ്ട്. ബട്ട് ദ കണ്ടീഷൻ ഈസ് യു ഷുഡ് നോട്ട് ഡിസ്റ്റർബ് പബ്ലിക് ഓർഡർ ഓഫ് ദിസ് കൺട്രി. If it is violating or disturbing the public order, then it must be controlled. To control that such kind of disturbances, 124A should be there എന്നതായിരുന്നു കോടതിയുടെ സ്റ്റാൻഡേർഡ്. It also held that disturbing the public order will mean nothing less than endangering the foundation of the state or threatening its overthrow. So, അതായത് ഏതെങ്കിലും ഒരു പബ്ലിക് ഓർഡറിനെ വയലേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ പബ്ലിക് ഓർഡറിനെ വയലേറ്റ് ചെയ്യുന്ന നിയമം അല്ലെങ്കിൽ സംസാരങ്ങളൊക്കെ അല്ലെങ്കിൽ
അഭിപ്രായ പ്രകടനങ്ങളെ കൺട്രോൾ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഇറ്റ് വിൽ ബി ഇവൻച്വലി റിസൾട്ടഡ് ഇൻ ദ ഓവർത്രോ ഓഫ് ദാറ്റ് ഗവൺമെന്റ്. So we need to protect the governance of this country and government of this country, and to protect them we will have to protect this 124A. അതായിരുന്നു അന്നത്തെ ഒരു സ്റ്റാൻഡ് എന്ന് പറയുന്നത്. This decision prompted the first constitution amendment where article 19(1) clause 2 was returned to replace undermining the security of the state with the interest of പബ്ലിക് ഓർഡർ. ഇത് ഭരണഘടനയുടെ ഒന്നാമത്തെ ഭരണഘടനാ ഭേദഗതിയിലേക്ക് ഇത് മാറുകയും അല്ലെങ്കിൽ വഴിവെക്കുകയും ചെയ്തു. ഭരണഘടനയെ ഇങ്ങനെ ഒരു അണ്ടർമൈനിങ് ദ സെക്യൂരിറ്റി ഓഫ് സ്റ്റേറ്റ് എന്ന് പറയുന്നത് വിത്ത് ഇൻ ദ ഇൻട്രസ്റ്റ് ഓഫ് പബ്ലിക് ഓർഡർ എന്ന് മാറ്റി എഴുതാനും ഇതിന് ഒരു കാരണമായി. ഇതൊക്കെയാണ് ഇതുവരെ എഴുന്നു നിൽക്കുന്ന സെഡിഷന്റെ ചരിത്രം എന്ന് പറയുന്നത്. ഇത് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ 1962 Kedarnath Singh versus State of Bihar കേസിൽ it upheld the constitutionality of the sedition but limited its application to acts involving intention or tendency to create disorder or disturbance of law and order or incitement to violence. അതായത് ഏതെങ്കിലും തരത്തിലുള്ള ഡിസ്റ്റർബൻസ്, നിയമത്തിനെ ഡിസ്റ്റർബ് ചെയ്യുകയോ അല്ലെങ്കിൽ ലോയെ ഡിസ്റ്റർബ് ചെയ്യുകയോ അല്ലെങ്കിൽ വയലൻസിന് വേണ്ടുന്ന ആഹ്വാനത്തിലേക്ക് മാത്രമായിട്ട് എന്തിനെ ഒതുക്കി നിർത്തി, സെഡിഷനെ ഒതുക്കി നിർത്തി എന്നുള്ളതാണ് ഈ 1962 കേദാർനാഥ് കേസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഐഡിയോളജി എന്ന് പറയുന്നത്. It distinguishes this from very strong speech or the use of vigorous words strongly critical of the government. ഇങ്ങനെ ഒരു സാധ്യത അല്ലെങ്കിൽ ഒരു അല്പം കൂടെ ലിബറൽ ആയിട്ട് സ്റ്റേറ്റ് ഇതിനെ കാണേണ്ട ആവശ്യകതയെ കുറിച്ച് കോടതി ബോധ്യപ്പെടുകയും കേദാർനാഥ് വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് ബീഹാറിൽ ഇതിനെ ഒരു ഏതെങ്കിലും തരത്തിലുള്ള ലോയെ ഡിസ്റ്റർബ് ചെയ്യുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള വയലൻസിന് പ്രൊവോക്ക് ചെയ്യുകയോ ചെയ്യുന്നതിന് മാത്രമായിട്ട് ഒതുങ്ങി ഈ 124A ഒതുങ്ങി. But in the case of Balwant Singh versus State of Punjab, a mere sloganeering which invoked no public response did not amount to sedition. അതായത് ഏതെങ്കിലും ഒരു ഗവൺമെന്റിനെതിരെയുള്ള മുദ്രാവാക്യം വിളി ഏതെങ്കിലും തരത്തിലുള്ള പബ്ലിക് റെസ്പോൺസിനെ ക്രിയേറ്റ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അതും എന്തായിട്ട് കണക്ക് കൂട്ടാൻ പാടില്ല, 124A സെഡിഷൻ ആയിട്ട് കണക്ക് കൂട്ടാൻ പാടില്ല എന്ന് ഏത് കേസിലൊന്നും ബൽവന്ത് സിംഗ് വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് പഞ്ചാബ് എന്ന കേസിൽ നമ്മൾ കണ്ടതാണ്. അപ്പം പ്രധാനപ്പെട്ട അല്ലെങ്കിൽ കേസുകൾ ഏതൊക്കെയാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നത്? ബ്രിജ്ഭൂഷൺ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് ഡൽഹി ഒന്ന്, രമേഷ് തഫാർ ആൻഡ് വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് മദ്രാസ്, ഈ രണ്ട് കേസുകൾ. അടുത്തത് നമുക്ക് നോക്കുമ്പോൾ അറിയാം കേദാർനാഥ് സിംഗ് വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് ബീഹാർ, 4 ബൽവന്ത് സിംഗ് വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് പഞ്ചാബ് തുടങ്ങിയ കേസുകൾ എന്തുമായിട്ട് ബന്ധപ്പെട്ടതാണ്? 124A ബന്ധപ്പെട്ടതാണ്. അപ്പൊ പ്രിലിംസിന് വേണമെങ്കിൽ ചോദിക്കാം, ഇങ്ങനെ ഒരു ചോദ്യം ചോദിക്കാം, വിച്ച് among the following cases are related to 124A sedition. ഈ 4 കേസുകൾ തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് അറിയാം ഏതൊക്കെയാണ് ആ കേസുകൾക്ക് ആസ്പദമായി അല്ലെങ്കിൽ 124A റിലേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്ന കേസുകൾ ഏതൊക്കെയാണ്? ഒന്ന്, ബ്രിജ്ഭൂഷൺ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് ഡൽഹി, രമേഷ് തപ്പാർ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് മദ്രാസ്, 3 കേദാർനാഥ് സിംഗ് വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് ബീഹാർ ആൻഡ് ബൽവന്ത് സിംഗ് വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് പഞ്ചാബ് തുടങ്ങിയ 4 കേസുകളും 124A ബന്ധപ്പെട്ടതാണ്. സോ അങ്ങനെ ഒരു പരീക്ഷയിൽ അല്ലെങ്കിൽ UPSC പ്രിലിംസിന് അങ്ങനെ ഒരു ചോദ്യങ്ങൾ വരാൻ സാധ്യതയുണ്ട്. അപ്പൊ അതൊന്ന് ഓർത്തു വെക്കാൻ ശ്രദ്ധിക്കുക. അടുത്തത്, ഇത് ഡിലീറ്റ് ചെയ്യണോ അല്ലെങ്കിൽ ഇന്ത്യൻ സിസ്റ്റത്തിൽ നിന്നോ ഇത് ഇല്ലാതിരിക്കണമോ എന്നൊക്കെയാണ് നമുക്ക് അറിയേണ്ട ഒരു കാര്യം. Even UK deleted such provisions from their law book. പക്ഷേ ഇന്നും ഇന്ത്യ സ്വാതന്ത്ര്യം കിട്ടിയ 70 വർഷങ്ങൾക്ക് ശേഷവും we carry forward this 124A with new dimensions. Sedition leads to a sort of unauthorized self-censorship, for it produces a chilling effect on free speech. അതായത് ആർട്ടിക്കിൾ 19(1) clause A, freedom of speech and expression എതിരെയുള്ള ഒരു കൺട്രോൾ ആണ്. It suppresses what every citizen ought to do in a democracy. അതായത് നമുക്കറിയാം ഒരു അടിസ്ഥാനപരമായിട്ടുള്ള ചില ഫൗണ്ടേഷൻ സ്റ്റോണുകളുണ്ട് ഓരോ ജനാധിപത്യത്തിനും. ചോദ്യങ്ങൾ ചോദിക്കാനുള്ള അവകാശം, ചർച്ചകൾ ഏർപ്പെടാൻ അവകാശം, വിയോജിക്കാനുള്ള അവകാശം, അല്ലെങ്കിൽ ഗവൺമെന്റിന്റെ തീരുമാനങ്ങളെ ചലഞ്ച് ചെയ്യാനുള്ള അവകാശം, എന്തൊക്കെയാണ് ഒരു ഡെമോക്രസിയുടെ അല്ലെങ്കിൽ ഒരു ഭരണഘടന അല്ലെങ്കിൽ ജനാധിപത്യത്തിൽ ഊന്നി നിൽക്കുന്ന ഒരു ഗവൺമെന്റിന്റെ അല്ലെങ്കിൽ ഒരു ഡെമോക്രസിയുടെ ജനാധിപത്യത്തിന്റെ ഫൗണ്ടിങ് സ്റ്റോൺ അല്ലെങ്കിൽ ഫൗണ്ടേഷൻ സ്റ്റോണുകളാണ് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. ചോദ്യം ചെയ്യാനുള്ള അവകാശം, ചർച്ചകൾ നടത്താനുള്ള അവകാശം, അല്ലെങ്കിൽ വിയോജിക്കാനുള്ള അവകാശം, അതുപോലെ തന്നെ ഗവൺമെന്റിന്റെ തീരുമാനങ്ങളെ ചലഞ്ച് ചെയ്യാനുള്ള അവകാശം ആർക്കുണ്ട്? ഈ വ്യക്തികൾക്കുണ്ട്. And hence it normally and it systematically destroys the soul of Gandhian philosophy, that is right to dissent. വിയോജിക്കാനുള്ള അവകാശത്തിനെയാണ് 124A
ഡിലീറ്റ് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ കൺട്രോൾ ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ദാറ്റ് മീൻസ് കാലക്രമേണ അല്ലെങ്കിൽ ജനങ്ങൾക്ക് വിയോജിക്കാനുള്ള അവകാശമില്ല എന്നുണ്ടെങ്കിൽ അവർക്ക് എങ്ങനെയാണ് ഇതിന് ഒരു ഡെമോക്രസി എന്ന് പറയാൻ സാധിക്കുക? സോ ദാറ്റ് even Nehru in Parliament clarified that related penal provisions of Section 124A was highly objectionable and obnoxious, and sooner we get rid of it, the better. നമ്മൾ ഇതിൽ നിന്ന് പുറത്തു കിടക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ട് എന്ന് നെഹ്റു പറഞ്ഞു. പക്ഷെ അതിനുശേഷം എത്രയോ പ്രധാനമന്ത്രിമാർ, എത്രയോ പാർലമെന്റുകൾ അല്ലെങ്കിൽ എത്രയോ ലോക്സഭകൾ കടന്നുപോയി. പക്ഷെ ഈവൻ ദോ ഇറ്റ് ഈസ് സ്റ്റിൽ ഓൺ ഇൻ ദ സ്റ്റാറ്റ്യൂട്ട് ബുക്ക് ഓഫ് ഇന്ത്യ. So that we need, at the earliest, we'll have to delete 124A to uphold the basic Gandhian philosophy, that is right to dissent. നമുക്കറിയാം ഇതിന്റെ പ്രധാനപ്പെട്ട അല്ലെങ്കിൽ പ്രോസ് എന്താണ്, നമുക്കിനി നോക്കാം. അതിന്റെ കോൺസ് എന്താണ് എന്ന് നോക്കാം. ഒന്ന്, പ്രോൺസ് അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ഒരു ഒന്നാമത്തെ ഗുണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നാരോ ഇന്റർപ്രിട്ടേഷൻ പ്രൊവൈഡ്സ് സ്പേസ് ഫോർ ഫ്രീ സ്പീച്ച്. അതായത് ഒരു ഇത് വൈഡായിട്ട് നറേറ്റ് ചെയ്യപ്പെട്ട ഒന്നല്ല, അതുകൊണ്ട് തന്നെ എന്താണ് ഒരു ഫ്രീഡം ഓഫ് സ്പീച്ചിനെ നഷ്ടപ്പെടുത്തുന്നില്ല എന്ന ഒരു അഭിപ്രായം ഇതിനകത്തുണ്ട്. ഇറ്റ്സ് അതർവൈസ് ടെസ്റ്റ് ഓഫ് കോൺസ്റ്റിറ്റ്യൂഷണാലിറ്റി if interpreted narrowly to include only those cases where there was some circumstantial evidence for disruption of public order and incitement of violence that led to harm life and property. അതായത് ജീവനും സ്വത്തിനും അല്ലെങ്കിൽ നാശം വരുത്തണം എന്ന ഉദ്ദേശത്തോടു കൂടിയുള്ള ഏതെങ്കിലും ഹെയ്റ്റ് സ്പീച്ചുകളോ അല്ലെങ്കിൽ രണ്ട് സമുദായങ്ങൾ തമ്മിലുള്ള ശത്രുത വളർത്താൻ ഉതകുന്ന തരത്തിലോ അല്ലെങ്കിൽ ഗവൺമെന്റിന്റെ അല്ലെങ്കിൽ പ്രോസസ്സിനെ അല്ലെങ്കിൽ ഗവൺമെന്റ് സിസ്റ്റത്തിനെ തന്നെ ഓവർത്രോ ചെയ്യാനുള്ള ചില പ്രേരണകളെയാണ് ഇവിടെ തെറ്റായിട്ട് വ്യാഖ്യാനിച്ചിരിക്കുന്നത്. അല്ലാതെ ഗവൺമെന്റിനെതിരെയുള്ള എല്ലാ ഡിസെന്റുകളും അല്ലെങ്കിൽ എല്ലാ വിയോജിപ്പുകളും എന്തല്ല 124A എന്നല്ല പറയുന്നത്. ഇറ്റ് കബ്സ് ഇൻസൈറ്റ്മെന്റ് ടു റെവല്യൂഷൻ, ഏതെങ്കിലും തരത്തിലുള്ള വിപ്ലവങ്ങളെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് സെക്ഷൻ 124A പലപ്പോഴും ഉപയോഗിക്കാറുണ്ട്. പ്രിവെന്റ്സ് ഇൻഫ്ലമേറ്ററി സ്പീച്ചസ് ആൻഡ് റിസൾട്ടന്റ് വയലൻസ്, ഏതെങ്കിലും തരത്തിലുള്ള ഹേറ്റ് സ്പീച്ചുകൾ അല്ലെങ്കിൽ വെറുപ്പുണ്ടാക്കാൻ സാധ്യതയുള്ള അല്ലെങ്കിൽ ജനങ്ങൾക്കിടയിൽ തമ്മിൽ വെറുപ്പുണ്ടാക്കാൻ സാധ്യതയുള്ള ചില പ്രത്യേകമായിട്ടുള്ള സ്പീച്ചുകളെ അല്ലെങ്കിൽ അത് റിസൾട്ട് ആകാൻ സാധ്യതയുള്ള ഏതെങ്കിലും തരത്തിലുള്ള വയലൻസിനെ സ്റ്റോപ്പ് ചെയ്യാൻ ഇത് സഹായിക്കുന്നുണ്ട്. 124A സഹായിക്കുന്നുണ്ട്. അടുത്തത് ഇതിന്റെ കോൺസ് ആയിട്ട് പറയുന്നത് ചിലപ്പോൾ മിസ്യൂസ് ആയിട്ട് വരാം. അതുപോലെ തന്നെ റെസ്ട്രിക്ട്സ് ഫ്രീഡം ഓഫ് സ്പീച്ച് ഇൻ ഡെമോക്രസി. രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, ഇതിന്റെ തെറ്റായ ഉപയോഗം. രണ്ട്, ഒരു സമൂഹത്തിൽ അല്ലെങ്കിൽ ഒരു ജനാധിപത്യ സംഹിതയിൽ ഒരു വ്യക്തിക്കുണ്ടാവാനുള്ള freedom of speech and expression in democracy that will be violating by this 124A of Constitutional Indian Penal Code. അതുകൊണ്ട് തന്നെ ഇതൊരു ജനങ്ങളുടെ അല്ലെങ്കിൽ പൗരന്റെ സ്വാതന്ത്ര്യത്തിന് മുകളിലുള്ള അല്ലെങ്കിൽ സംസാരിക്കാനുള്ള സ്വാതന്ത്ര്യത്തിന് മുകളിലുള്ള വിയോജിക്കാനുള്ള സ്വാതന്ത്ര്യത്തിന് മുകളിലുള്ള ഒരു കടന്നുകയറ്റമായിട്ടാണ് ഇതിനെ ഒരു വിഭാഗം നോക്കിക്കാണുന്നത്. അടുത്ത ഒരു പ്രധാനപ്പെട്ട ആർട്ടിക്കിൾ ആണ് ഇറാൻ ടു ഡെവലപ്പ് ഫസാദ് ബി ഗ്യാസ് ഫീൽഡ് ഡൊമസ്റ്റിക്കലി വിത്തൗട്ട് ഇന്ത്യ. ഇന്ത്യയെ പറഞ്ഞു വിട്ടുകൊണ്ട് അല്ലെങ്കിൽ ഇന്ത്യയെ ഉപേക്ഷിച്ചുകൊണ്ട് ഫസാദ് ബി ഗ്യാസ് ഫീൽഡിനെ ഇറാൻ തന്നെ ഏറ്റെടുത്ത് നടത്തുന്നു എന്നുള്ളതാണ്. അപ്പം നമുക്ക് ആദ്യം ഈ ഫസാദ് ബി ഗ്യാസ് പ്ലാന്റ് എന്താണ്, ഗ്യാസ് ഫീൽഡ് എന്താണ് എന്ന് നോക്കാം. നമുക്കറിയാം, അതിനു മുമ്പ് ഇതിന്റെ ഒരു ലൊക്കേഷൻ നമുക്കറിയാം. ഇതൊരു നമ്മുടെ ഇതാണ് ഫാസി ഐലൻഡ് എന്നറിയപ്പെടുന്നത്. ഇവിടെ ഇതിനടുത്ത് തന്നെയാണ് എന്തുള്ളത്, നമ്മളുടെ ഈ ഫസാദ് ബി ഗ്യാസ് ഫീൽഡ് ഉള്ളത്. അപ്പൊ ഫസാദ് ബി ഗ്യാസ് എന്താണെന്ന് നോക്കാം. ഇറ്റ് ഈസ് ആൻ ഓഫ് ഷോർ നാച്ചുറൽ ഗ്യാസ് ഫീൽഡ് ഇൻ 20 kilometers ഓഫ് ഫാർസി ഐലൻഡ് ഇൻ ഇറാൻ. ഫാർസി ഐലൻഡിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ഇറാന്റെ അധീനതയിലുള്ള ഒരു ഐലൻഡ് ആണ്, ബാരൻ ഐലൻഡ് ആണ് ഫാർസി ഐലൻഡ് എന്ന് പറയുന്നത്. Total in place reserves of the gas field are around 21.68 trillion cubic foot, of which around 60% is recoverable. അപ്പോൾ ഏകദേശം 60% നമുക്ക് എടുക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ ഒരു വലിയ ഹ്യൂജ് ഗ്യാസിന്റെ ഒരു ഗ്യാസ് ഫീൽഡ് ആണ് ഫസാദ് ബി എന്ന് പറയുന്നത്. ഇറ്റ് വാസ് ഡിസ്കവേർഡ് ഇൻ 2008. ഇതൊരു പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആയിട്ട് ഓർത്ത് വയ്ക്കുക. ബൈ എ കൺസോർഷ്യം ഓഫ് 3 Indian companies led by state-owned ONGC Videsh Limited with 40% stake. Other companies were Indian Oil Corporation 40% and Oil India 20%, 100% total.
അതായത് ഈ 3 കമ്പനികൾ അടങ്ങുന്ന ഒരു കൺസോർഷ്യത്തിനാണ് ഈ 2008 ഈ ഗ്യാസ് ഫീൽഡ് കണ്ടെത്തിയത്. അതില് നമ്മുടെ ഗവൺമെന്റിന്റെ അല്ലെങ്കിൽ പൊതുമേഖലാ സ്ഥാപനമായ ONGC വിദേശ് 40%, ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ 40%, ഓയിൽ ഇന്ത്യ 20% എന്ന ഒരു റേഞ്ചിലാണ്, എന്ന ഒരു സ്റ്റേക്ക് ഹോൾഡിംഗിലാണ് ഈ ഒരു കൺസോർഷ്യം രൂപപ്പെട്ടിരിക്കുന്നത്. The consortium had signed an exploration agreement in 2002 for the Farsi block where the gas field was found. The gas field was expected to produce 1.1 billion cubic foot of gas per day after the first phase of development. ഒരു വലിയൊരു ഡെവലപ്മെന്റ് ആയിരിക്കും ഇന്ത്യക്കും മറ്റുള്ള അല്ലെങ്കിൽ വെസ്റ്റ് ഏഷ്യൻ റീജിയനും എന്നതിൽ ഇതിലൊരു തർക്കമില്ല. പക്ഷേ അതാണ് ഇന്ത്യയിൽ നിന്നും അല്ലെങ്കിൽ ഇന്ത്യൻ ഓവർ അല്ലെങ്കിൽ ഇന്ത്യയുടെ സൂപ്പർവൈസറി അല്ലെങ്കിൽ ഇന്ത്യയുടെ ഒരു ഷെയറിൽ നിന്ന് അല്ലെങ്കിൽ ഇറാനിന്റെ കൂടെ നിന്നുള്ള ഇറാന്റെ കയ്യിൽ നിന്നും അല്ലെങ്കിൽ ഇന്ത്യ എന്നൊരു രാജ്യത്തിനെ ഒഴിവാക്കിക്കൊണ്ട് ഇറാൻ ഇപ്പോൾ തന്നെ ഒരു ഗ്യാസ് എക്സ്പ്ലോറേഷനിലേക്ക് പോവുകയാണ്. നമുക്കറിയാം നമ്മുടെ ഇതിനെക്കുറിച്ച് നമ്മുടെ മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സ് ഒരു കമന്റും ഇട്ടിട്ടില്ല. പക്ഷേ എന്താണ് നമുക്കറിയാം, ഫസ്ദാദ് ബി ഗ്യാസ് ഫീൽഡ് ഇതൊരു പ്രിലിംസ് പെർസ്പെക്റ്റീവിൽ നമ്മൾ ഓർത്തിരിക്കണം. അതുപോലെ കുറച്ച് മെയിൻസ് പെർസ്പെക്റ്റീവിലും ഇന്ത്യക്ക് ഉണ്ടാവാനുള്ള സാധ്യതയുള്ള കൺസേണിനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്യും. ഫസ്ദാദ് ബി ഗ്യാസ് ഫീൽഡ് ഇൻ ദ ഫാർസി റീജിയൻ which is located between the Iranian and Saudi territories. Point number 1. The statement at Orthrika. India's long-standing cooperation regarding the gas field and its indicative of the impact of US action on India-Iran energy cooperation, which had been drastically reduced during the Donald Trump administration in US. So these sanctions in the result ഇന്ത്യ ഒഴിവാക്കിയത് അല്ലെങ്കിൽ ഇന്ത്യയെ ഒഴിവാക്കുക എന്ന ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അവർക്ക് ഒഴിവാക്കിയേ പറ്റുള്ളൂ. ഈ ഏതെങ്കിലും സാഹചര്യത്തിൽ അപ്രോപ്രിയേറ്റ് ടൈമിൽ ഇന്ത്യയെ ഉൾപ്പെടുത്താം എന്ന ഒരു രീതിയിലാണ് ഇപ്പോൾ ഇറാന്റെ ഈ ഒരു മേഖലയിലുള്ള ഒരു സ്റ്റാൻഡ് എന്ന് പറയാം. അപ്പൊ എന്താണ് ഫസാദ് ബി ഗ്യാസ് എന്ന് നമുക്ക് മനസ്സിലായി. ഇത് ഫാർസി ഐലൻഡിലുള്ള 2008 ഒരു കൺസോർഷ്യം നമ്മുടെ ഇന്ത്യയുടെ ONGC ലിമിറ്റഡ്, വിദേശ് ലിമിറ്റഡ്, അതുപോലെ തന്നെയാണ് ഇന്ത്യൻ ഓയിൽ ഇന്ത്യ കമ്പനി തുടങ്ങിയ ഒരു കൺസോർഷ്യമാണ് ഈ ഫാർസി ഐലൻഡിനടുത്ത് ഈ ഫസാദ് ബി ഗ്യാസ് ഫീൽഡിന് കണ്ടെത്തിയത്. അത് എക്സ്പ്ലോർ ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരുന്നത്. ഇതൊക്കെ നമുക്ക് മുന്നോട്ട് പോകുമ്പോൾ നോക്കാം. ONGC Videsh Limited in 2008 discovered a giant gas field in the Farsi offshore exploration block. OVL and its partners offered to invest around $11 billion for the development of discovery, later named Farsad B. Later, NIOC informed OVL of its intention to conclude the contract of developing Farsad B with an Iranian firm, snubbing the Indian offer. ഇതൊക്കെ ഒരു പ്രധാനപ്പെട്ട ഒരു കഥകളാണ്. അല്ലെങ്കിൽ 2008 മുതൽ ഇന്ന് വരെയുള്ള ഒരു സാഹചര്യമാണ്. ഏകദേശം ഇന്ത്യൻ പാർട്ട്നേഴ്സ് ആർ റെഡി ടു ഇൻവെസ്റ്റ് അറൌണ്ട് $11 billion ഫോർ ദിസ് ഡെവലപ്മെന്റ് ഓഫ് ദിസ് gas field, but later NIOC informed OVL of its intention to conclude the contract on due to various reasons. ഒന്ന് പ്രധാനപ്പെട്ട ഒരു കാര്യം, ട്രംപ് അഡ്മിനിസ്ട്രേഷൻ ഇന്ത്യ ഇറാൻ ട്രേഡിൽ ഉണ്ടാക്കിയ ഒരു സാങ്ഷന്റെ ഒരു റിസൾട്ട് ആണ് എന്ന് വേണമെങ്കിൽ പറയാം. ഇത് നമുക്ക് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ നേരത്തെ പറഞ്ഞു. ഏകദേശം 23 ട്രില്യൺ ക്യൂബിക് ഫീറ്റ് ഗ്യാസ് അവിടെയുണ്ട്. അതിൽ 60% നമുക്ക് റിക്കവറബിൾ ആണെന്ന് നമുക്കറിയാം. നമുക്ക് ഏകദേശം 5000 ബാരൽ പെർ ബില്യൺ ക്യൂബിക് ഫീറ്റ് ഓഫ് ഗ്യാസ് നമുക്ക് അവിടെ കണ്ടൻസേറ്റ് ചെയ്യാൻ പറ്റും. The buyback contract signed on Monday envisages daily production of 28 million cubic meters of sour gas over 5 years. എന്തൊക്കെയാണ് ഇന്ത്യയുടെ കൺസേൺ എന്ന് പറയുക? ഒന്ന്, ഗ്രോവിംഗ് ഇൻഫ്ലുവൻസ് ഓഫ് ചൈന. ഒന്നാമത്തെ ഇഷ്യൂ ആണ് ചൈനയുടെ ആ മേഖലയിലുള്ള ഒരു വളർച്ചയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഇഷ്യൂ എന്ന് പറയുന്നത്. ഈ കഴിഞ്ഞ ഏപ്രിൽ 21 ചൈനയും ഇറാനും കൂടെ ചേർന്ന് 25 വർഷത്തേക്ക് ഒരു സ്ട്രാറ്റജിക് കോഓപ്പറേഷൻ പാക്ട് സൈൻ ചെയ്തു. അതിനകത്ത് പൊളിറ്റിക്കൽ ഉണ്ട്, ഇക്കണോമിക് ആൻഡ് സ്ട്രാറ്റജിക് കോമ്പണൻസ് ഉൾപ്പെടെയുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു 25 വർഷത്തേക്കാണ് ചൈന ഇറാൻ ഒരു സ്ട്രാറ്റജിക് കോഓപ്പറേഷൻ പാക്ട് സൈൻ ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ എന്താണ് സെക്യൂരിറ്റി ആൻഡ് മിലിറ്ററി പാർട്ണർഷിപ്പ് വിത്ത് ഇറാൻ വിച്ച് ഈസ് ഓൾസോ ബീങ് കൺക്ലൂഡഡ്. ഇപ്പൊ എപ്പോഴും എന്താണ് നമുക്കറിയാം ചൈന ഇവിടെ സൈഡിലുണ്ട്, നമുക്കറിയാം പാകിസ്ഥാൻ ഇപ്പുറത്തുണ്ട്, അതുപോലെ തന്നെ നമ്മുടെ ഇറാൻ എന്നൊരു രാജ്യം ഇവിടെയുണ്ട്. അപ്പം ഇന്ത്യ എന്നൊരു രാജ്യത്തിന് അല്ലെങ്കിൽ ഒരു അഫ്ഗാൻ അതുവഴി സെൻട്രൽ ബ്ലോക്ക് ഓഫ് സെൻട്രൽ ഏഷ്യ ഇതിലേക്കൊന്ന് ആക്സസ് ചെയ്യാനുള്ള ഒരു ടൂൾ ആയിരുന്നു, ഒരു ഓപ്പൺ ഗേറ്റ് വേ ആയിരുന്നു ഇറാൻ എന്ന് വേണമെങ്കിൽ പറയാം. അതുകൊണ്ട് തന്നെ ഇന്ത്യ അവിടെ ചബാർ പോർട്ട് ഡെവലപ്പ് ചെയ്തു, അതുപോലെ തന്നെ അല്ലെങ്കിൽ ഡെവലപ്പ് ചെയ്യാൻ ശ്രമിച്ചു. അതുപോലെ തന്നെ എന്താണ് നമ്മുടെ ഗ്യാസ് ഫീൽഡുകൾ, അതുപോലെ റെയിൽവേ ലൈനുകൾ, റോഡുകൾ, ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റുകൾ, ആൻഡ് ഹെൻസ് ദെൻ ടു അഫ്ഗാനിസ്ഥാൻ ആൻഡ്
ത്രൂ അഫ്ഗാനിസ്ഥാൻ നമുക്ക് എങ്ങോട്ടാണ് സെൻട്രൽ ഏഷ്യയിലേക്കുള്ള ഒരു ആക്സസ് ആയിരുന്നു ശ്രമിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ എന്ത് ചെയ്യാം, ഇവിടെ ഒരു ബ്ലോക്കേഡ് വന്നിട്ടുണ്ട്. ചൈനയുടെ ഒരു ഇമ്പാക്ട് ഈ ഒരു മേഖലയിൽ വളരാനുള്ള അല്ലെങ്കിൽ വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. The China-Iran strategic partnership may be impediment for Indian entry routes into Afghanistan through Chabbar and further connectivity to international north-south transportation corridor. Although Iran has not given any signals of disruption of this point, പക്ഷെ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ഇറാനിയൻ ഗവൺമെന്റ് നമ്മളുടെ ഈ ഒരു എക്സ്പ്ലോറേഷനെ എതിരെ അല്ലെങ്കിൽ ഒന്ന് തടസ്സം വയ്ക്കുന്ന ഒന്നും ചെയ്തിട്ടില്ല. പക്ഷെ എന്താണ്, ചിലപ്പോൾ ഇറാൻ സീംസ് ടു ബി സെപ്റ്റിക്കൽ ഓഫ് ഇന്ത്യസ് ഡിപ്ലോമാറ്റിക് ടൈസ് വിത്ത് US. ഇത്തരത്തിൽ ഒരു ബ്ലോക്കേഡ് ഉണ്ടായാൽ നാളെ ഇറാനിന് US ഭാഗത്തു നിന്ന് എന്തെങ്കിലും ഒരു ബ്ലോക്കേഡ് ഉണ്ടാകാൻ സാധ്യത ഉള്ളത് കൊണ്ടാവാം ഈ ഒരു തരത്തിൽ ബ്ലോക്കേഡുകൾ ഉണ്ടാവാത്തത്. ഈവൻ ദോ ചൈന ഈസ് ഗ്രോയിങ് വെരി in a great pace in the western region of this country, region of this continent. രണ്ട്, ഇന്ത്യയുടെ എനർജി സെക്യൂരിറ്റി. India has stopped purchasing Iranian oil, which accounts for around 20% of its import of Islamic nation. India was Iran's leading oil client after China until mid-2018. പക്ഷെ India needs gas and Iran remains one of the best options as the geographically Iran is the closest to India of all countries in Persian Gulf region, and hence Iran എപ്പോഴും നമുക്ക് എന്താണ് ഗ്യാസിന്റെ കാര്യത്തിൽ നമുക്ക് വളരെയധികം അടുത്ത് നിൽക്കുന്ന അല്ലെങ്കിൽ ഏറ്റവും രാജ്യത്തിന് അടുത്ത് നിൽക്കുന്ന ഒരു ഗൾഫ് കൺട്രി തന്നെയാണ് ഇറാൻ എന്ന് പറയുന്നത്. പക്ഷേ അതുകൊണ്ട് തന്നെ എന്താണ് ഫസാദ് ബി ഗ്യാസ് ഫീൽഡ് കുഡ് ഹാവ് ഇംപ്രൂവ്ഡ് ഇന്ത്യ ഇറാൻ ട്രൈസ്. പക്ഷെ എന്ത് ചെയ്യാം, ഇവിടെ ഒരു US സാങ്ഷൻ കൊണ്ട് ബ്ലോക്കേഡ് സംഭവിച്ചു കഴിഞ്ഞാൽ ഓയിൽ ഇമ്പോർട്ടിനെ ഓവർകം ചെയ്യാൻ എവിടെ സാധിക്കുമായിരുന്നു? ഫസാദ് ബി ഫീൽഡിനെ സാധിക്കുമായിരുന്നു. പക്ഷെ ആ ഒരു സൊല്യൂഷൻ അല്ലെങ്കിൽ ആ ഒരു സാധ്യതയാണ് നമുക്ക് ഇവിടെ ഇല്ലാതെ പോയത്, അല്ലെങ്കിൽ ഒരു ബ്ലോക്ക് വന്നിരിക്കുന്നത് എന്നത് ഒരു തർക്കവുമില്ലാത്ത കാര്യമാണ്. ആൻഡ് ഹെൻസ് നമ്മൾ എന്ത് ചെയ്തു, നമ്മൾ പലപ്പോഴും ഇറാനിയൻ ഓയിലിനെ ഡിപ്പെൻഡ് ചെയ്തു. ഏകദേശം 90% അവിടെ നിന്നായിരുന്നു. പക്ഷെ നമ്മൾ later we discontinued that trade. എന്തുകൊണ്ടാണ്? ഇറാനിലെ ഇന്ത്യൻ റുപ്പി കറൻസി എക്സ്ചേഞ്ചിൽ ഉണ്ടാകുന്ന ഒരു ഡിസ്പാരിറ്റിയാണ് അതിനൊരു കാരണമായത്. പക്ഷെ അതിനെ ഓവർകം ചെയ്യാൻ എന്ത് ചെയ്യാമായിരുന്നു? ഫസാദ് ബി ഗ്യാസ് ഫീൽഡിന് അവിടെ സാധിക്കുമായിരുന്നു. അടുത്തത്, ആ റീജിയനിലുള്ള ഇന്ത്യയുടെ റോൾ വളരെ താഴ്ന്നു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാവാം. മെനി ടൈംസ് വിത്ത് ഇറാൻ, ഈവൻ ഇഫ് ഇറ്റ് forges a new relationship with Saudi Arabia and Israel, is critical for India's balancing policy in West Asia. അതായത് ഇന്ത്യയുടെ ഒരു ബാലൻസിങ് പോളിസി എന്ന നിലയിൽ വെസ്റ്റ് ഏഷ്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു രാജ്യമായിരുന്നു ഇറാൻ. കണക്ടിവിറ്റി, അത് മാത്രമല്ല നമുക്കറിയാം കണക്ടിവിറ്റി, സെൻട്രൽ ഏഷ്യയിലേക്കുള്ള ഒരു കണക്ടിവിറ്റിയുടെ ഓപ്പണിംഗ് പോയിന്റ് ആയിരുന്നു എന്തുണ്ടായിരുന്നത്? ഈ ഇറാൻ എന്ന് പറയുന്ന രാജ്യം. Chabbar is not only a key to maritime relation between both the countries, but it also provides an opportunity to India to reach Russia and Central Asia, and it allows India to bypass Pakistan. പാകിസ്ഥാനെ ഒഴിവാക്കിക്കൊണ്ട് തന്നെ അല്ലെങ്കിൽ പാകിസ്ഥാനിലേക്ക് കയറാതെ തന്നെ എന്ത് ചെയ്യാം, ഇന്ത്യക്ക് ഇറാനിൽ നിന്ന് എന്ത് ചെയ്യാം, ഇവിടെ ഇന്ത്യ ആണെങ്കിൽ ഇവിടെ ഇറാൻ ഉണ്ട്. ഇറാനിൽ നിന്ന് എങ്ങോട്ടൊക്കെ പോകുമായിരുന്നു? അഫ്ഗാൻ അവിടെ നിന്ന് നേരെ റഷ്യ അല്ലെങ്കിൽ സെൻട്രൽ ഏഷ്യയിലേക്കുള്ള ഒരു ആക്സസ് ഇവിടെ കിട്ടുമായിരുന്നു. പക്ഷെ ഇവൻ ദോ ഇറാൻ എവിടെയാണ് ഈ പാകിസ്ഥാനെ അല്ലെങ്കിൽ ബൈപ്പാസ് ചെയ്യാൻ ഇറാൻ നമ്മളെ അനുവദിച്ചിരുന്നു എന്നതും ഓർക്കേണ്ട കാര്യമായിരുന്നു. ഈ സാഹചര്യത്തിൽ നമുക്കറിയാം അഫ്ഗാനിസ്ഥാൻ വളരെയധികം പീസ്ഫുൾ ആയിട്ടുള്ള അറ്റ്മോസ്ഫിയറിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ എന്താണ്, അവിടെ ഒരു ഇലക്ടഡ് ഗവൺമെന്റ് ഉണ്ടാകുന്നുണ്ട്. അതുപോലെ തന്നെ എന്താണ്, അഫ്ഗാൻ ഓൺ പീസ് ആൻഡ് റിക്കൺസിലിയേഷൻ പ്രോസസ് ആൻഡ് എ പോപ്പുലർ ഡെമോക്രാറ്റിക് ഗവൺമെന്റ് ഇൻ അഫ്ഗാനിസ്ഥാൻ, ആൻഡ് ഹെൻസ് വി ഹാവ് an opportunity to invest in Afghanistan as well. പക്ഷേ ഇവിടെ ഒരു പ്രശ്നം ഉണ്ടായേക്കാം. ചൈന, പാകിസ്ഥാൻ, ഇറാൻ ഒരു നെക്സസ് ഉണ്ടായേക്കാം ടു കൗണ്ടർ ഇന്ത്യ ഇൻ അഫ്ഗാനിസ്ഥാൻ. അപ്പോഴും അതും ഇന്ത്യയുടെ ഒരു കൺസേൺ ആയിട്ട് ഉയർന്നു നിൽക്കുന്ന ഒന്നാണ്. ഇതൊക്കെയാണ് ഈ ഒരു ആർട്ടിക്കിളിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഓർത്തു വെക്കേണ്ടത്. ഇതിനകത്ത് രണ്ട് രീതി നോക്കാം. പ്രിലിംസ് പെർസ്പെക്റ്റീവിൽ നോക്കാം, ഈ ഫാഴ്സി ഐലൻഡ് പോലുള്ളത്. അതുപോലെ തന്നെ കൺസോർഷ്യത്തിന്റെ കാര്യം പ്രിലിംസ് പെർസ്പെക്റ്റീവിൽ നോക്കാം. അതുപോലെ തന്നെ ഒരു ഫോറിൻ റിലേഷൻസ്, ഇന്ത്യയുടെ കൺസേൺ, ഫസാദ് ബിയിൽ ഉള്ള ഇന്ത്യയുടെ കൺസേൺ എന്താണ് എന്ന ചോദ്യത്തിനുള്ള ഉത്തരവും ഇവിടെയുണ്ട്. അടുത്ത ഒരു പ്രധാനപ്പെട്ട പോയിന്റ് ആണ്, ബംഗാൾ ഗവൺമെന്റ് എന്ത് ചെയ്യാൻ ഉദ്ദേശിക്കുന്നു? അവർ ലെജിസ്ലേറ്റീവ് കൗൺസിൽസിനെ ഫോം ചെയ്യാൻ ഉദ്ദേശിക്കുന്നു. അതായത് നമുക്കറിയാം വിധാൻ പരിഷത്ത്, നമുക്കറിയാം, നമുക്ക് എല്ലായിടത്തും നമുക്കൊരു പാർലമെന്റ് എടുത്ത് നോക്കിയാൽ അറിയാം, ഇന്ത്യ ഒരു ബൈക്യാമറൽ ലെജിസ്ലേച്ചർ ആണ്. രണ്ട് സഭകളുള്ള
ഒരു ബോഡിയാണ് ഇന്ത്യൻ പാർലമെന്റ് എന്ന് പറയുന്നത്. ഇന്ത്യൻ പാർലമെന്റിൽ എന്താണ് രണ്ട് സഭകളുണ്ട്. പക്ഷെ എന്നാൽ എല്ലാ സംസ്ഥാനങ്ങളിലും ഈ ഒരു രണ്ട് സഭകൾ അവൈലബിൾ അല്ല. എല്ലാ സംസ്ഥാനങ്ങളിലും ഇത് കാണാൻ പറ്റുന്നില്ല. അപ്പൊ ഇതെന്തൊക്കെയാണ് എന്നതിനെ കുറിച്ചിട്ടാണ് നാം ഇന്ന് മനസ്സിലാക്കേണ്ടത്. ഇവിടെ പലപ്പോഴും ലെജിസ്ലേറ്റീവ് കൗൺസിൽ എല്ലാ സംസ്ഥാനങ്ങൾക്കും ഇല്ല. അത് എങ്ങനെയാണ് ഫോം ചെയ്യുന്നത്, എങ്ങനെയാണ് ഡിസ്മാൻഡിൽ ചെയ്യുന്നത്, എന്താണ് ഇതിന്റെ ഒരു ബേസിക് അധികാരം എന്നതിനെ കുറിച്ചിട്ടൊക്കെയുള്ള ഒരു ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളെ കുറിച്ചിട്ടാണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമുക്കറിയാം പാർലമെന്റിലെ ആർട്ടിക്കിൾ 169 പ്രകാരം എന്താണ്, നമുക്ക് the Justice Parliament has two houses. The state can also have a legislative council in addition to legislative assembly through Article 169 of Constitution of India. ഇന്ത്യൻ ഭരണഘടനയുടെ 169 അനുച്ഛേദ പ്രകാരം സംസ്ഥാനങ്ങൾക്ക് എന്ത് ചെയ്യാം, അവരുടെ ഒരു സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് കൗൺസിൽ സ്ഥാപിക്കാനുള്ള അധികാരം ആർക്കുണ്ട്, സംസ്ഥാനങ്ങൾക്കുണ്ട്. അപ്പൊ അതെങ്ങനെയാണ്, ഏതൊക്കെ സംസ്ഥാനങ്ങൾക്കാണ് ഇപ്പോൾ ലെജിസ്ലേറ്റീവ് കൗൺസിൽസ് ഉള്ളത്? ഒന്ന് ആന്ധ്രാപ്രദേശ്, രണ്ട് തെലങ്കാന, ഉത്തർപ്രദേശ്, ബീഹാർ, മഹാരാഷ്ട്ര ആൻഡ് കർണാടക. എത്ര സംസ്ഥാനങ്ങൾക്കുണ്ട്? 1, 2, 3, 4, 5, 6 സംസ്ഥാനങ്ങൾക്കാണ് ഇപ്പോൾ എന്തുള്ളത്, നമ്മളുടെ ലെജിസ്ലേറ്റീവ് കൗൺസിൽസ് ഉള്ളത്. ഏതൊക്കെയാണ് സംസ്ഥാനങ്ങൾക്കാണുള്ളത്? 1 ആന്ധ്രാപ്രദേശ്, 2 തെലങ്കാന, 3 ഉത്തർപ്രദേശ്, 4 ബീഹാർ, മഹാരാഷ്ട്ര ആൻഡ് കർണാടക. 2020 Andhra Pradesh Legislative Assembly passed a resolution for abolition of Legislative Council. This resolution is yet to be cleared by Parliament of India to finally abolish the council. അതായത് ഇത് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? ഒന്ന്, ലെജിസ്ലേറ്റീവ് അസംബ്ലി സ്പെഷ്യൽ മെജോറിറ്റിയോടുകൂടി ഒരു റെസൊല്യൂഷൻ പാസ്സാക്കണം. അത് പാർലമെന്റ് സിമ്പിൾ മെജോറിറ്റിയിൽ അംഗീകരിക്കണം. അതുപോലെ തന്നെ എന്താണ്, അബോളിഷ് ചെയ്യണമെങ്കിലും എന്ത് ചെയ്യണം? ഒരു സ്പെഷ്യൽ മെജോറിറ്റിയിൽ ലെജിസ്ലേറ്റീവ് അസംബ്ലികൾ എന്ത് പാസ്സാക്കണം? ഒരു റെസൊല്യൂഷൻ പാസ്സാക്കണം, അല്ലെങ്കിൽ പ്രമേയം പാസ്സാക്കണം. പാർലമെന്റ് അത് സിമ്പിൾ മെജോറിറ്റിയിൽ അത് പാസ്സാക്കണം. അപ്പൊ അങ്ങനെ 2020 ആന്ധ്രാപ്രദേശ് ലെജിസ്ലേറ്റീവ് അസംബ്ലി എന്ത് ചെയ്തിട്ടുണ്ട്? ഈ ലെജിസ്ലേറ്റീവ് കൗൺസിലിന്റെ അബോളിഷന് വേണ്ടി ഒരു റെസൊല്യൂഷൻ പാസ്സാക്കിയിട്ടുണ്ട്. ബട്ട് ഇറ്റ് ഈസ് നോട്ട് യെറ്റ് ടു ബി ക്ലിയർഡ് ബൈ ദ പാർലമെന്റ് ഓഫ് ഇന്ത്യ. 2019 Jammu and Kashmir Legislative Council was abolished through Jammu and Kashmir Reorganization Bill in 2009, which reduced the state of Jammu and Kashmir to the Union Territories of Jammu and Kashmir and Ladakh. അപ്പം എന്താണ് ഈ ഒരു രണ്ട് സ്റ്റേറ്റ്മെന്റ് ഓർത്ത് വയ്ക്കുക. 2019 ജമ്മു ആൻഡ് കാശ്മീർ ലെജിസ്ലേറ്റീവ് കൗൺസിൽ ഇസ് അബോളിഷ്ഡ് ബൈ JNK Reorganization Bill. അതുപോലെ തന്നെ എന്താണ്, ജമ്മു ആൻഡ് കാശ്മീരിനെ എന്താക്കി യൂണിയൻ ടെറിട്ടറി ആക്കി മാറ്റി. ജമ്മു ആൻഡ് കാശ്മീർ ആൻഡ് ലഡാക്ക് എന്ന് പറയുന്ന 2 യൂണിയൻ ടെറിട്ടറീസ് ആക്കി മാറ്റി. 2020 ആന്ധ്രാപ്രദേശ് എന്തിനാണ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്? ലെജിസ്ലേറ്റീവ് കൗൺസിലിനെ അബോളിഷ് ചെയ്ത് കളയാൻ ഉള്ള ആദ്യത്തെ ശ്രമം നടത്തിയിട്ടുണ്ട്. അതെന്തായിരുന്നു? അവർ ആർട്ടിക്കിൾ 169 പ്രകാരം എന്ത് ചെയ്തു? ഒരു റെസൊല്യൂഷൻ പാസ്സാക്കി. ഈ റെസൊല്യൂഷൻ പാസ്സാക്കി ആർക്ക് അയച്ചു? പാർലമെന്റിലേക്ക് അയച്ചിട്ടുണ്ട്. പാർലമെന്റ് അതെന്ത് ചെയ്യണം? സിമ്പിൾ മെജോറിറ്റി ആ ബില്ല് ആ റെസൊല്യൂഷൻ പാസ്സാക്കണം. അപ്പൊ അത്തരത്തിലാണ് ഈ ഒരു ഇത് അല്ലെങ്കിൽ ഈ ഒരു സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് കൗൺസിൽസ് ഫോം ചെയ്യുന്നതും ഡിസ്മാൻഡിൽ ചെയ്യുന്നതും എന്നത് ഒരു ഓർത്തിരിക്കേണ്ട ഒരു വസ്തുതയാണ്. അപ്പം പാർലമെന്റ് ക്യാൻ അബോളിഷ് ലെജിസ്ലേറ്റീവ് കൗൺസിൽ ഓർ ക്രിയേറ്റ് ഇറ്റ് ബൈ എ സിമ്പിൾ മെജോറിറ്റി. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ എന്താണ്, റെസൊല്യൂഷൻ പാസ്സാക്കാൻ സിമ്പിൾ മെജോറിറ്റി മതി. That is the majority of members each house present and voting. If the legislative assembly of this concerned state by a special majority passes a resolution for that effect. ഒരു സംസ്ഥാനത്തിലെ ഒരു ലെജിസ്ലേറ്റീവ് അസംബ്ലി കൗൺസിൽ വേണമെങ്കിൽ it must be having a resolution get passed by a special majority, and that resolution must be passed by the parliament by simple majority as well. അപ്പൊ ഇതൊക്കെയാണ് ഇതിന്റെ ഒരു അടിസ്ഥാനപരമായിട്ടുള്ള ഒരു ഭാഗം എന്ന് പറയുന്നത് നമുക്ക് വേണമെങ്കിൽ ഇതിനെ വിശേഷിപ്പിക്കാം. ഇതിന്റെ under Article 171 of Constitution of India, the Legislative Council of a state shall not have more than 1/3 of the total strength of the state assembly and not less than 40 members. അതായത് മിനിമം 40 മെമ്പേഴ്സ് ഉണ്ടായിരിക്കണം. എന്നാൽ 3/1 കൂടുതൽ ഉണ്ടാകാനും പാടില്ല. ഇവിടുത്തെ സ്റ്റേറ്റ് അസംബ്ലിയിലെ 1/3 മെമ്പേഴ്സിന്റെ മുകളിൽ ഉണ്ടാവാൻ പാടില്ല. ആർക്ക്? ലെജിസ്ലേറ്റീവ് കൗൺസിലിന്റെ ടോട്ടൽ മെമ്പർഷിപ്പ് എന്ന് പറയുന്നത് മിനിമം എത്രയായിരിക്കണം? 40 താഴാനും പാടില്ല. ഫോർ എക്സാമ്പിൾ നമുക്കൊരു കണക്കായിട്ട് എടുക്കാം. ഒരു സഭയിൽ
120 മെമ്പേഴ്സ് ഉണ്ടെങ്കിൽ അതിന്റെ 1/3 ആളുകൾ എവിടെ ഉണ്ടായിരിക്കണം? സഭയിൽ ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ ലെജിസ്ലേറ്റീവ് കൗൺസിലിൽ ഉണ്ടായിരിക്കണം. ആ 40 എന്ന് പറയുന്നത് ഏറ്റവും മിനിമം ആണ്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ നമുക്കറിയാം, ഒരു 300 ആളുകൾ ഉണ്ടെങ്കിൽ 300 ആളുകളുള്ള ലെജിസ്ലേറ്റീവ് അസംബ്ലി ആണെങ്കിൽ ആ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലെ 300ന്റെ 1/3 എത്രയാണ്? 100 ആളുകളായിരിക്കും മാക്സിമം എവിടെ ഉണ്ടാവാൻ പാടുള്ളൂ? ലെജിസ്ലേറ്റീവ് കൗൺസിലിൽ ഉണ്ടാകാൻ പാടുള്ളൂ. ലൈക്ക് രാജ്യസഭ, the legislative council is a continuing chamber, that is, it is permanent body and it is not subject to dissolution. The tenure of MLC is 6 years, same as രാജ്യസഭ. ചില അധികാരങ്ങളുടെ വ്യത്യാസമുണ്ട് എന്ന് ഒഴിച്ചാൽ ബാക്കി ടെന്യൂറിലെല്ലാം എന്താണ്? ഒരേ രീതിയിൽ തന്നെയാണ് ഇത് പോവുക, ഒരേ രീതിയിൽ കൂടിയാണ് ഇതിന്റെ അധികാരം എന്ന് പറയുന്നത്. അടുത്തത്, legislative council can ensure individual who might not be cut out for the elections are able to contribute to the legislative process, like artists, scientists. Same as നമ്മൾ രാജ്യസഭയിലേക്ക് എന്ത് ചെയ്യാറുണ്ട്? 12 മെമ്പേഴ്സിനെ നോമിനേറ്റ് ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ എന്ത് ചെയ്യാൻ പറ്റും? ലെജിസ്ലേറ്റീവ് അസംബ്ലികൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? നേരിട്ട് ഇലക്ഷനിൽ പങ്കെടുക്കാത്ത ആളുകളെ, അല്ലെങ്കിൽ ആർട്ടിസ്റ്റുകളെ, അല്ലെങ്കിൽ സയന്റിസ്റ്റുകളെ, അല്ലെങ്കിൽ എക്സ്പേർട്ടുകളെ കൊണ്ടുവരാൻ സാധിക്കും. ഇറ്റ് ക്യാൻ കീപ് ആൻ ഐ ഓൺ ഹേസ്റ്റി ഡിസിഷൻസ് ടേക്കൺ ബൈ ലെജിസ്ലേറ്റീവ് അസംബ്ലി. എന്നാൽ ഇതിന്റെ ഒരു കുറവ് എവിടെയാണ് കാണുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഇറ്റ് ക്യാൻ ഡിലേ ലെജിസ്ലേഷൻ. നിയമനിർമ്മാണത്തിൽ താമസം വരുത്താനുള്ള ഒരു കാരണം ഉണ്ടാവാം. അതുപോലെ തന്നെ എന്താണ്? The leaders can be parked in the legislative council even though they bypassed the process of election. ഇലക്ഷനെ നേരിടാതെ തന്നെ ലെജിസ്ലേറ്റീവ് പ്രോസസ്സിലേക്കുള്ള ഒരു ചവിട്ടുപടിയായിട്ടും എന്തിനെ ഉപയോഗിക്കാൻ പറ്റും? ലെജിസ്ലേറ്റീവ് കൗൺസിൽസിനെ ഉപയോഗിക്കാൻ പറ്റും. ഇതാണ് ഇതിന്റെ ഒരു പോരായ്മയായിട്ട് എടുത്തു കാണിക്കുന്നത്. അടുത്തത്, നമ്മുടെ ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യക്ക് ഒരു കൊളീജിയം വേണമെന്ന ആവശ്യം, ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യക്ക് ഒരു കൊളീജിയൻ സിസ്റ്റം വേണമെന്ന ആവശ്യം എവിടെ വന്നിട്ടുണ്ട്? സുപ്രീം കോടതിയിൽ ഒരു പെറ്റീഷൻ ഫയൽ ചെയ്തിട്ടുണ്ട്. ഈ പെറ്റീഷൻ ഫയൽ ചെയ്തിരിക്കുന്നത് ദ അസോസിയേഷൻ ഫോർ ഡെമോക്രാറ്റിക് റിഫോംസ് ആണ് എന്ന ഒരു സംഘടനയ്ക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു സിസ്റ്റം അല്ലെങ്കിൽ ഈ ഒരു സിസ്റ്റം ഇവിടെ, അല്ലെങ്കിൽ ഈ ഒരു പെറ്റീഷൻ ഫയൽ ചെയ്യപ്പെട്ടിരിക്കുന്നത്. ഈ ഒരു സാധ്യത, പെറ്റീഷൻ സെഡ് ദാറ്റ് ദ റെക്കമെൻഡേഷൻ ടു ഹാവ് എ ന്യൂട്രൽ കൊളീജിയം ടു ഫിൽ അപ്പ് vacancies in ECI have been given a special expert committee and a commission from 1975 onwards. ഇതൊരു ഇതായിട്ട് ഓർക്കേണ്ട. പക്ഷെ നമ്മുടെ പ്രധാനപ്പെട്ട ഭാഗം വരുന്നത് എവിടെയാണ്? ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയിലാണ് നമ്മളുടെ കണ്ടു നിൽക്കേണ്ടത്. ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ എന്താണ്? അത് ഏതൊക്കെ തരത്തിലുള്ള സാധ്യതകളാണ് അവർ ചെയ്യുന്നത്? ഇതിനെക്കുറിച്ചുള്ള ഒരു മിനിമം ആയിട്ടുള്ള ഒരു ഡിസ്കഷൻ ആണ് ഇവിടെ നമ്മൾ ഉദ്ദേശിക്കുന്നത്. The Election Commission of India is an autonomous constitutional authority responsible for administering union and state election process in India. അതായത് നമുക്കറിയാം, പ്രസിഡന്റ് ഓഫ് ഇന്ത്യ, വൈസ് പ്രസിഡന്റ്, ലോക്സഭ ആൻഡ് രാജ്യസഭ ഇലക്ഷൻ ആൻഡ് ലെജിസ്ലേറ്റീവ് അസംബ്ലി ഇലക്ഷൻ വരെയുള്ള ഇലക്ഷൻസ് നടത്തുന്ന ആരാണ്? ഈ ഇലക്ഷൻ കമ്മീഷനാണ്. The body administers the elections to Lok Sabha, Rajya Sabha and state legislative assemblies in the country, the offices of the president and the vice president of India. ഇതൊക്കെയാണ് അല്ലെങ്കിൽ ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയുടെ അധികാരം എന്ന് പറയുന്നത്. നമുക്കറിയാം, ഇന്ത്യയുടെ ഭരണഘടനയിൽ ഏതൊക്കെ ആർട്ടിക്കിൾ ഉണ്ട്? 324ാമത്തെ ആർട്ടിക്കിൾ, സൂപ്രണ്ടൻസ് ഡയറക്ഷൻസ് ആൻഡ് കൺട്രോൾ ഓഫ് ഇലക്ഷൻസ് ടു ബി വെസ്റ്റഡ് ഇൻ ഇലക്ഷൻ കമ്മീഷൻ. 325, നോ പേഴ്സൺ ടു ബി ഇനെലിജിബിൾ ഫോർ ഇൻക്ലൂഷൻ ഓർ ഇൻ ക്ലെയിം. ഇത് ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആർട്ടിക്കിൾസ് ആണ് 324 മുതൽ 329 വരെയുള്ള ആർട്ടിക്കിൾ. ഇത് നമുക്ക് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാം. ഇത് ഡിസ്കസ് ചെയ്തിരിക്കുന്നത് ഏത് ഭാഗത്താണ്? ഇന്ത്യൻ ഭരണഘടനയുടെ പാർട്ട് 15 ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യയിലാണ് ഈ ഇലക്ഷൻസ് ഡിക്ലെയർ ചെയ്യപ്പെട്ടിരിക്കുന്നത്. ദി ഇലക്ഷൻസ് കമ്മീഷൻ വാസ് എസ്റ്റാബ്ലിഷ്ഡ് in accordance with the constitution on 25th January 1950. ആർട്ടിക്കിൾ അല്ലെങ്കിൽ ഭരണഘടനയ്ക്ക് അനുസൃതമായി 25 ജനുവരി 1950 ഈ ഇലക്ഷൻ കമ്മീഷൻ സ്ഥാപിതമായത്. 324 മുതൽ 329 വരെയാണ് ഇലക്ഷൻ കമ്മീഷനെ കുറിച്ച് ഡീൽ ചെയ്തിരിക്കുന്ന ഭരണഘടനാപരമായിട്ടുള്ള ആർട്ടിക്കിളുകൾ. ഇതിനകത്ത് സ്ട്രക്ചേഴ്സ് എങ്ങനെയൊക്കെയാണെന്ന് നോക്കാം. ഓർ സ്ട്രക്ചേഴ്സ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇലക്ഷൻ കമ്മീഷൻ. ഒറിജിനലി ദിസ് കമ്മീഷൻ, നമുക്കറിയാം, നമ്മുടെ ഇന്ത്യൻ ഭരണഘടന തുടങ്ങി 1950 മുതൽ 1989 വരെയുള്ള കാലത്ത് ഇതെന്തായിരുന്നു? ഒരു സിംഗിൾ മെമ്പർ ബോഡി ആയിരുന്നു ഈ ഒരു ഇലക്ഷൻ കമ്മീഷൻ എന്ന് പറയുന്നത്. പക്ഷേ എന്ത് ചെയ്തു? പലപ്പോഴും എന്താണ്, ആളുകളുടെ പ്രായം, വോട്ടിംഗ് ഏജ് 21 നിന്ന് 18 വന്നപ്പോൾ ഇലക്ഷൻ കമ്മീഷന്റെ വർക്ക് ലോഡ് എന്ന് പറയുന്നത് വളരെ കൂടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്തു? 2 അഡീഷണൽ മെമ്പേഴ്സിനെ കൂടി 1989 ആഡ് ചെയ്യുകയും, എന്നാൽ 1990
തൊണ്ണൂറിൽ തന്നെ അത് ഡിലീറ്റ് ചെയ്യുകയും പക്ഷേ എന്നാൽ വീണ്ടും എന്ത് ചെയ്തിട്ടുണ്ട്, ഈ ഒരു സാധ്യതയെ അല്ലെങ്കിൽ ഒരു ഇലക്ഷൻ കമ്മീഷനിലേക്ക് അഡീഷണൽ ആയിട്ട് 2 ആളുകളെ കൂടി എന്ത് ചെയ്തിട്ടുണ്ട്, ആഡ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് മറ്റൊരു വസ്തുതയായിട്ട് നമ്മൾ എടുത്തു പറയേണ്ടത്. അതിനെക്കുറിച്ച് നമ്മളൊന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കുവാണെങ്കിൽ ഇന്ത്യൻ ഭരണഘടനയുടെ അല്ലെങ്കിൽ 15ാമത്തെ ഭാഗത്ത് അല്ലെങ്കിൽ ഇന്ത്യൻ ഭരണഘടനയുടെ 15ാമത്തെ ഭാഗത്താണ് നമുക്ക് എന്ത് തന്നിരിക്കുന്നത്, ഇലക്ഷൻ കമ്മീഷനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. ആർട്ടിക്കിൾ 324 മുതൽ 329 വരെയുള്ള ഭരണഘടനാപരമായ അനുച്ഛേദങ്ങളിലാണ് ഇലക്ഷൻ കമ്മീഷനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. നമുക്കറിയാം 1950 മുതൽ 1989 വരെ ഇലക്ഷൻ കമ്മീഷൻ എങ്ങനെയാണ് ഒരു സിംഗിൾ ബോഡി ആയിട്ടാണ് ഭരിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ ഒക്ടോബർ മാസം 16-ാം തീയതി 1989 രാഷ്ട്രപതി 2 അഡീഷണൽ ഇലക്ഷൻ കമ്മീഷണേഴ്സിനെ കൂടി എന്ത് ആഡ് ചെയ്തിട്ടുണ്ട്, ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. കാരണം എന്താണ്, 21 വയസ്സിൽ നിന്ന് 18 വയസ്സിലേക്ക് ആളുകളുടെ വോട്ടിംഗ് ഏജ് കുറച്ചു എന്നുള്ളതാണ് അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്. അപ്പൊ അത്തരത്തിൽ വോട്ടിംഗ് ഏജ് കുറഞ്ഞപ്പോൾ എന്ത് ചെയ്യേണ്ടി വന്നു, 2 ആളുകൾ കൂടുതൽ അപ്പോയിന്റ് ചെയ്യേണ്ടി വന്നു. പക്ഷെ ഈ 2 പൊസിഷൻസ് തന്നെ 1990-ൽ തന്നെ എന്ത് ചെയ്തു, 1990-ൽ തന്നെ ഈ 2 അഡീഷണൽ പോസ്റ്റിനെ ഡിലീറ്റ് ചെയ്യുകയും പിന്നെ എന്ത് ചെയ്തു, 1993 ഒക്ടോബർ മാസം വീണ്ടും എന്ത് ചെയ്തു, ഈ 2 അഡീഷണൽ പോസ്റ്റുകളെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. നമുക്ക് നോക്കാം. ഒറിജിനലി ദ കമ്മീഷൻ ഹാഡ് ഓൺലി 1 ഇലക്ഷൻ കമ്മീഷണർ, but after the Election Commissioners Amendment Act 1989 it has been made multi-member body. ഒന്നാമത്തെ പോയിന്റ്. 2, the commission consists of 1 chief election commissioner and 2 election commissioner. 2 chief election commissionersനെ ഒരു chief election കമ്മീഷണറിനെയും 2 election commissionersനെയുമാണ് എന്ത് ചെയ്ത് അപ്പോയിന്റ് ചെയ്യുന്നത്. അതായത് ഇതിനകത്ത് ഇങ്ങനെ ഇലക്ഷൻ കമ്മീഷണേഴ്സ് എന്നും അല്ലെങ്കിൽ ചീഫ് ഇലക്ഷൻ കമ്മീഷണേഴ്സ് എന്നും തസ്തികയിൽ പേരിൽ വ്യത്യാസം ഉണ്ടെങ്കിലും അവരുടെയൊക്കെ എന്താണ്, ഈക്വൽ പവേഴ്സ് ആണ് ഷെയർ ചെയ്യുന്നത്. അതുപോലെ എന്താണ്, ഈക്വൽ സാലറി, അതുപോലെ തന്നെ എന്താണ് അലവൻസസ്, അതുപോലെ തന്നെയുള്ള ആൻഡ് സിമിലർ ടു ദോസ് ഓഫ് സുപ്രീം കോടതി ജഡ്ജ്. സുപ്രീം കോടതി ജഡ്ജിക്ക് തത്തുല്യമായിട്ടുള്ള അധികാരങ്ങൾ, അവരുടെ സാലറീസ്, അലവൻസ്, പ്രീറിക്വസിറ്റുകൾ എല്ലാം എന്താണ്, ചീഫ് ഇലക്ഷൻ കമ്മീഷണേഴ്സിനും ഇലക്ഷൻ കമ്മീഷണേഴ്സിനും തത്തുല്യമായിരിക്കും. മൂന്നാമത്തെ പോയിന്റ്, the secretariat of the commission is located in New Delhi. At the state level, election commissioner is helped by a chief electoral officer who is an IAS rank officer. എന്താണ് നമ്മൾ ഇവിടെ നോക്കുന്നത്, ആരാണ് ഇദ്ദേഹത്തെ അപ്പോയിന്റ് ചെയ്യുന്നത് എന്നുള്ളതാണ് നോക്കുന്നതിന് മുൻപ് ഇദ്ദേഹത്തിന്റെ കാലാവധിയെ കുറിച്ച് നമ്മൾ അറിയണം. എന്താണ്, ഒന്നുകിൽ 6 വർഷം, 2 അല്ലെങ്കിൽ 65 വയസ്സും 65 വയസ്സ് വരെയുള്ള കാലഘട്ടങ്ങളിൽ. അപ്പൊ ഈ 65 വയസ്സാണ് ആദ്യം വരുന്നതെങ്കിൽ അദ്ദേഹത്തിന്റെ ടെന്യൂർ തീരും. 6 വർഷമാണ് ആദ്യം വരുന്നതെങ്കിൽ അദ്ദേഹത്തിന്റെ ടെന്യൂർ അവിടെ അവസാനിക്കുകയാണ് ചെയ്യുക. ഏതെങ്കിലും തരത്തിലുള്ള പ്രത്യേകമായിട്ടുള്ള ക്വാളിഫിക്കേഷൻസോ അല്ലെങ്കിൽ ലീഗൽ, എഡ്യൂക്കേഷണൽ, അഡ്മിനിസ്ട്രേറ്റീവ് ക്വാളിഫിക്കേഷൻ എവിടെ ആവശ്യപ്പെടുന്നില്ല, നമ്മളുടെ ഈ ഇലക്ഷൻ കമ്മീഷണേഴ്സിന് വേണ്ടിയിട്ട് ആവശ്യപ്പെടുന്നില്ല. അതുപോലെ തന്നെ എന്താണ്, ഏതെങ്കിലും തരത്തിലുള്ള ഇലക്ഷൻ കമ്മീഷന്റെ മെമ്പേഴ്സിന്റെ അല്ലെങ്കിൽ ടേമുകൾ, മെമ്പേഴ്സിന്റെ ടേം, അതായത് ചീഫ് ഇലക്ഷൻ കമ്മീഷണറുടെ കാലം സാധ്യത മാത്രമേ നമ്മളിവിടെ പറയുന്നുള്ളൂ. ഈ ഇലക്ഷൻ കമ്മീഷനെ കുറിച്ചിട്ടുള്ള ഒരു കാലാവധിയെ കുറിച്ച് ഇന്ത്യൻ ഭരണഘടന അനുശാസിക്കുന്നില്ല. അതുപോലെ തന്നെ എന്താണ്, അവർക്ക് എന്താണ്, the constitution has not debarred the retiring election commissioner from any other further appointment of by the government. അതായത് ഗവൺമെന്റുകൾ നൽകുന്ന പുതിയ അപ്പോയിന്റ്മെന്റുകളിൽ നിന്നും ബാഡല്ല ഈ ഇലക്ഷൻ കമ്മീഷണേഴ്സ് എന്നറിയപ്പെടുന്ന 2 അഡീഷണൽ ഇലക്ഷൻ കമ്മീഷണേഴ്സ്. അതൊരു പ്രധാനപ്പെട്ട പോയിന്റ് ആയിട്ട് ഓർത്ത് വയ്ക്കുക. അതുപോലെ പ്രസിഡന്റ് അപ്പോയിന്റ്സ് ചീഫ് ഇലക്ഷൻ കമ്മീഷണേഴ്സ് ആൻഡ് ഇലക്ഷൻ കമ്മീഷണേഴ്സ്. 2 പേരെ അപ്പോയിന്റ് ചെയ്യുന്ന ആരാണ്, പ്രസിഡന്റ് ഓഫ് ഇന്ത്യ തന്നെയാണ് ആരെ അപ്പോയിന്റ് ചെയ്യുന്നത്, ഇലക്ഷൻ കമ്മീഷണറെയും അപ്പോയിന്റ് ചെയ്യപ്പെടുന്നത്, അല്ലെങ്കിൽ ചീഫ് ഇലക്ഷൻ കമ്മീഷണറെയും ഇലക്ഷൻ കമ്മീഷണേഴ്സിനെയും അപ്പോയിന്റ് ചെയ്യുന്ന ആരാണ്, ഈ പ്രസിഡന്റ് ഓഫ് ഇന്ത്യയാണ്. അത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇലക്ഷൻ കമ്മീഷണറെയും ചീഫ് ഇലക്ഷൻ കമ്മീഷണേഴ്സിനെയും അപ്പോയിന്റ് ചെയ്യുന്നത് ആരാണ്, രാഷ്ട്രപതിയാണ്. ചീഫ് ഇലക്ഷൻ കമ്മീഷണറാണ് ഇലക്ഷൻ കമ്മീഷന്റെ ചെയർപേഴ്സൺ ആയിട്ട് കരുതപ്പെടുന്നത്. നമുക്കറിയാം, നമ്മൾ പറഞ്ഞ പോലെ they have fixed a tenure of 6 years or up to age of 65 years whichever is earlier. ഒന്നുകിൽ 65 വയസ്സ് വരെ അല്ലെങ്കിൽ 6 വർഷമാണ് ഈ ഇലക്ഷൻ കമ്മീഷണേഴ്സിന്റെ കാലാവധി എന്ന് പറയുന്നത്. സുപ്രീം കോടതി ജഡ്ജിന്റെ അതേ പ്രൊവിഷൻസ് ആണ്, അതേ സ്റ്റാറ്റസ് ആണ് ആർക്കുണ്ടാവുക, സാലറി, പ്രീ റിക്വസിറ്റ്, മറ്റുള്ള പെർക്കുകൾ, മറ്റുള്ള
ഫെസിലിറ്റീസ് എല്ലാം ആരുടെ തത്തുല്യമാണ്? ഒരു സുപ്രീം കോടതി ജഡ്ജിന്റെ തത്തുല്യമാണ്. The chief election commissioner can be removed from the office only through a process of removal similar to that of a Supreme Court judge for by the Parliament. അതായത് ചീഫ് ഇലക്ഷൻ കമ്മീഷണേഴ്സിനെ റിമൂവ് ചെയ്യണമെങ്കിൽ ഒരു സുപ്രീം കോടതി ജഡ്ജിനെ അദ്ദേഹത്തിന്റെ തസ്തികയിൽ നിന്നും റിമൂവ് ചെയ്യുന്ന അതേ പ്രൊസീജിയേഴ്സ് ആണ് എവിടെയും ഉണ്ടാവുക, ചീഫ് ഇലക്ഷൻ കമ്മീഷനെ വിഡ്രോ ചെയ്യുന്നതിന്. എന്നാൽ ചീഫ് ഇലക്ഷൻ കമ്മീഷണറുടെ ഉപദേശപ്രകാരം രാഷ്ട്രപതിക്ക് ഇലക്ഷൻ കമ്മീഷണേഴ്സിനെ വിഡ്രോ ചെയ്യാനുള്ള അവകാശവും അധികാരവും ഉണ്ട്. നമുക്കറിയാം the procedure of removal. The judges of High Courts and Supreme Court or Comptroller and Auditor General may be removed from office through a motion adopted by Parliament on the grounds of proven misbehavior or incapacity. Removal requires special majority of 2/3 members present and voting. The Constitution does not use the word of impeachment for the removal of judges, CAG or CEC. The term impeachment is only used for removing the president, which requires the special majority 2/3 members. Okay, ഇതൊക്കെ ഒരു ബേസിക് ആയിട്ടുള്ള കാര്യം. നമുക്കറിയാം ഒരു സുപ്രീം കോടതി ജഡ്ജിനെ വിഡ്രോ ചെയ്യുന്ന അല്ലെങ്കിൽ റിമൂവ് ചെയ്യുന്ന അതേ പ്രൊസീജിയേഴ്സ് ആണ് എവിടെ ഉണ്ടാവുക? ചീഫ് ഇലക്ഷൻ കമ്മീഷണേഴ്സിനെ ഉണ്ടാവുക. അതിന് അടിസ്ഥാനപരമായിട്ട് വേണ്ടത് എന്താണ്? ഒരു പ്രൂവൻ മിസ്ബിഹേവിയർ അല്ലെങ്കിൽ ഇൻകപ്പാസിറ്റി പ്രൂവ് ചെയ്യണം. അതിന്റെ ഒരു മോഷൻ പാസ് ആക്കേണ്ടത് സ്പെഷ്യൽ മെജോറിറ്റിയിലാണ്. 2/3 മെമ്പേഴ്സ് അതിനെ പിന്താങ്ങുകയും വേണം. പക്ഷേ ഭരണഘടനയിൽ എങ്ങും ജഡ്ജിമാരെ പുറത്താക്കുന്നതിലോ കംട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറലെ പുറത്താക്കുന്നതിലോ ചീഫ് ഇലക്ഷൻ കമ്മീഷണറെ പുറത്താക്കുന്നതിലോ ഒരു ഇംപീച്ച്മെന്റ് എന്നൊരു പേര് ഉപയോഗിക്കുന്നില്ല. ഇംപീച്ച്മെന്റ് ഒരിടത്ത് മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ, രാഷ്ട്രപതിയെ പുറത്താക്കുന്നിടത്ത് മാത്രമാണ് അത് ഉപയോഗിക്കുന്നത്. ഇനി നമുക്ക് കുറച്ച് ഇതുമായിട്ട് ഇന്ന് വരെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള കുറച്ച് പ്രധാനപ്പെട്ട ന്യൂസുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള കുറച്ച് പ്രിലിമിനറി ക്വസ്റ്റ്യൻസ് നമുക്ക്. ഒന്നാമത്തെ ഇതൊരു പെയറാണ്, ഇതൊരു പ്രിലിമിനറി ക്വസ്റ്റ്യൻസിന്റെ ഒരു ഭാഗമാണ്. ഒന്ന് ടെററിസ്റ്റ് ഗ്രൂപ്പ്, 2 റീജിയൻ. അൽ ബാദർ വെസ്റ്റ് ആഫ്രിക്ക, അൽ ഷഹാബ് ഈസ്റ്റ് ആഫ്രിക്ക, ബൊക്കോ ഹറാം നൈജീരിയ. ഇതിൽ ഏതൊക്കെയാണ് കറക്റ്റ്ലി മാച്ച്ഡ് എന്നാണ് ചോദ്യം. നമുക്ക് ഓരോന്നിന്റെയും നോക്കാം. അൽ ബാദർ ഓപ്പറേറ്റ്സ് ദി യൂണിയൻ ടെറിട്ടറി ഓഫ് ജമ്മു ആൻഡ് കാശ്മീർ ഇൻ ഇന്ത്യ. അൽ ബാദർ ഇന്ത്യയിലാണ്. ദ ഗ്രൂപ്പ് ഓഫ് us allegedly formed by Pakistani Inter-Service Intelligence in 1998. ഇതൊരു പാകിസ്ഥാൻ ISIയുടെ ബാക്കപ്പിൽ ഇന്ത്യന്റെ യൂണിയൻ ടെറിട്ടറിയായ JNK പ്രവർത്തിക്കുന്ന ഒരു ടെററിസ്റ്റ് ഗ്രൂപ്പാണ് അൽ ബാദർ എന്ന് പറയുന്നത്. It was banned in India for under Unlawful Activities Prevention Act UAPA in 2004. അടുത്തത് Al Shahab operates in East Africa, especially in Somalia and Yemen. Boko Haram operates in Nigeria. It is based in northeastern Nigeria, which is also active in Chad, Niger and northern Cameroon. അപ്പോൾ എന്താണ് ഉത്തരം? ഇതിനകത്ത് അൽ ബാദർ വെസ്റ്റ് ആഫ്രിക്ക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് ഇന്ത്യയിലെ ജമ്മു ആൻഡ് കാശ്മീർ ആണ്. അൽ ഷഹാബ് ഈസ്റ്റ് ആഫ്രിക്ക, ഓക്കെ. ബൊക്കോ ഹറാം നൈജീരിയ, ഇതും ശരിയാണ്. അപ്പം നമുക്ക് ഓപ്ഷൻ B 2 and 3 മാത്രമാണ് ഇതിനകത്ത് ശരിയായിട്ടുള്ള പെയർ എന്ന് പറയുന്നത്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, with the reference out a new district in the state, which among the below statements is or are correct? ഒന്നാമത്തെ point, the power to create new district or alter or abolish existing district rests with the state government with the consent of central home ministry. ഒന്നാമത്തെ പോയിന്റ് പറയുന്നു എന്താണ്? ഏതെങ്കിലും തരത്തിലുള്ള ഓൾട്ടറേഷൻ അല്ലെങ്കിൽ ഒരു പുതിയ ഡിസ്ട്രിക്ട് ക്രിയേറ്റ് ചെയ്യുക അല്ലെങ്കിൽ അതിനെ അബോളിഷ് ചെയ്യുക, ഇതൊക്കെയും ആരുടെ കൈവശമാണ്? സെൻട്രൽ ഗവൺമെന്റിന്റെ അല്ലെങ്കിൽ സ്റ്റേറ്റ് ഗവൺമെന്റ് സെൻട്രൽ ഹോം മിനിസ്ട്രിയുടെ അനുവാദത്തോടു കൂടി മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. 2, ഇറ്റ് ക്യാൻ ബി ചേഞ്ച്ഡ് ഓൺലി ബൈ പാസിംഗ് എ ലോ ഇൻ ദ സ്റ്റേറ്റ് അസംബ്ലി. ഈ 2 സ്റ്റേറ്റ്മെന്റുകളാണ് നൽകുന്നത്. ഒന്ന്, സ്റ്റേറ്റ് അസംബ്ലിയുടെ ഒരു ലോ പാസ്സാക്കി വേണം ഒരു ജില്ല രൂപീകരിക്കാൻ എന്ന് പറയുന്നു. 2, സംസ്ഥാന ഗവൺമെന്റുകൾക്ക് ചെയ്യാം, പക്ഷെ അതിനു മുൻപ് ആരുടെ അനുവാദം വാങ്ങണം? സെൻട്രൽ ഹോം മിനിസ്ട്രിയുടെ അനുവാദം വാങ്ങണം എന്നുള്ളതാണ്. ഈ 2 കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമുക്ക് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇതിന്റെ ഉത്തരം നോക്കാം. The power to create new district or alter or abolish existing districts rests with the state government. സ്റ്റേറ്റ് ഗവൺമെന്റിൽ മാത്രം നിക്ഷിപ്തമായിട്ടുള്ള ഒന്നാണ്. അവിടെ സെൻട്രൽ ഗവൺമെന്റ് there is no role to play. സംസ്ഥാനങ്ങളുടെ മാത്രം അവകാശമാണ്, അധികാരമാണ് ജില്ലാ രൂപീകരണം എന്ന് പറയുന്നത്. സംസ്ഥാനത്തിന്റെ മാത്രം അധികാരമാണ്. അതിലെ സെൻട്രൽ ഗവൺമെന്റിനോ സെൻട്രൽ ഹോം ഡിപ്പാർട്ട്മെന്റിനോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സെൻട്രൽ ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റിനോ അതിന്റെ ആവശ്യമില്ല. ഇറ്റ് ക്യാൻ ഈദർ ബി ഡൺ ത്രൂ ആൻ എക്സിക്യൂട്ടീവ് ഓർഡർ ബൈ പാസിംഗ് എ ലോ ഇൻ ദ സ്റ്റേറ്റ് അസംബ്ലി. ഒരു എക്സിക്യൂട്ടീവ് ഓർഡർ കൊണ്ട് പോലും എന്ത് സ്ഥാപിക്കാം? ഒരു ജില്ലയെ സ്ഥാപിക്കാം. ഇവിടുത്തെ സ്റ്റേറ്റ്മെന്റ്, രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഇറ്റ് ക്യാൻ ബി ചേഞ്ച്ഡ് ഓൺലി ബൈ പാസിംഗ് എ ലോ ഇൻ സ്റ്റേറ്റ് അസംബ്ലി. അങ്ങനെയല്ല, ഒരു എക്സിക്യൂട്ടീവ് ഓർഡർ കൊണ്ട് പോലും എന്ത് സ്ഥാപിക്കാം? ഒരു ജില്ലയെ സ്ഥാപിക്കാം എന്നുള്ളതാണ്. അല്ലെങ്കിൽ ജില്ല ക്രിയേറ്റ് ചെയ്യാനുള്ള അധികാരം ആർക്കുണ്ട്? ഗവൺമെന്റിനുണ്ട്. അതുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റില്ല?
ഓപ്ഷൻ എയോ ബിയോ സിയോ ഒന്നുമല്ല, ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. അതായത് ഇവിടെ ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് പറയുന്നു സെൻട്രൽ സ്റ്റേറ്റ് ഗവൺമെന്റ് ആരുടെ അധികാരം അല്ലെങ്കിൽ ആരുടെ അനുവാദപ്രകാരം വാങ്ങിക്കണം, സെൻട്രൽ ഹോം മിനിസ്ട്രിയുടെ അനുവാദത്തോടു കൂടി ബില്ല് പാസ്സാക്കണം എവിടെ, സംസ്ഥാന ഗവൺമെന്റ്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് പറയുന്നു ഒരു ലോ പാസ്സാക്കിയ മാത്രമാണ് ഒരു ജില്ല രൂപീകരണം സാധ്യമാകൂ എന്നതാണ് രണ്ടാമത്തെ പോയിന്റ് പറയുന്നത്. പക്ഷെ അതും തെറ്റാണ്. കാരണം എന്താണ്, ഒരു എക്സിക്യൂട്ടീവ് ഓർഡർ കൊണ്ട് പോലും എന്ത് ചെയ്യാം, ഒരു ജില്ല അല്ലെങ്കിൽ ജില്ല ക്രിയേറ്റ് ചെയ്യാനുള്ള അധികാരം ആർക്കുണ്ട്, സ്റ്റേറ്റിനുണ്ട്. അപ്പോൾ ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ഈ ഒരു പോയിന്റിന്റെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്. ഫർസാദ് ബി ഗ്യാസ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തൊരു പോയിന്റ് ആണ്. ഖത്തറോ താജിക്കിസ്ഥാനോ ഒന്നുമല്ല, ഇറാനാണ് അതിന്റെ ശരിയായ ഉത്തരം എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ ഒരു പ്രധാനപ്പെട്ട ആർട്ടിക്കിളുകളായിട്ടും പ്രധാനപ്പെട്ട പോയിന്റുകളായിട്ടും നമുക്ക് ഇന്നത്തെ ഹിന്ദുവിൽ കാണാൻ സാധിക്കുന്നത്. അപ്പൊ ഇതിനകത്ത് ഡയറക്റ്റ് ആയിട്ടുള്ള ആർട്ടിക്കിൾക്ക് അപ്പുറത്ത് ഒരുപാട് പ്രിലിംസ് അല്ലെങ്കിൽ മെയിൻസ് പെർസ്പെക്റ്റീവുള്ള ചോദ്യങ്ങൾക്ക് സാധ്യത നൽകുന്ന ഒരു ആർട്ടിക്കിളുകളായിരുന്നു ഇന്നത്തെ ഹിന്ദുവിൽ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഇത് വ്യക്തമായിട്ട് വായിക്കാനും പ്രിലിംസ് പ്രാക്ടീസ് ടെസ്റ്റുകൾ ഒന്ന് എഴുതി വെക്കാനോ അല്ലെങ്കിൽ അത് വീണ്ടും പ്രാക്ടീസ് ചെയ്യാനോ ഒന്ന് ശ്രമിക്കുന്നത് നല്ലതായിരിക്കും എന്നാണ് ഞങ്ങളുടെ ഒരു അഭിപ്രായം. അപ്പൊ അതുകൊണ്ട് കൃത്യമായിട്ടൊന്ന് വായിക്കുക, ഇന്നത്തെ ആർട്ടിക്കിൾസ് വായിക്കുക, പത്രം വായിക്കുക. അതിന്റെ ഒപ്പം തന്നെ എന്ത് ചെയ്യണം, ഇതുപോലുള്ള ഈ വീഡിയോസും കാണുക. അതിൽ ഏതെങ്കിലും തരത്തിലുള്ള സംശയം ഉണ്ടെങ്കിൽ യു ക്യാൻ പോസ്റ്റ് യുവർ ഡൗട്ട്സ് ഇൻ എന്താണ് നമ്മളുടെ കമന്റ് സെക്ഷനിൽ നിങ്ങൾക്ക് അത് പോസ്റ്റ് ചെയ്യാം. വി വിൽ ബി ആൻസറിങ് in that particular questions in a different video or something like this. അപ്പോൾ നമുക്കത് നിങ്ങളുടെ സംശയങ്ങൾ ഏത് തരത്തിലുള്ളതാണെങ്കിലും യു ക്യാൻ പോസ്റ്റ് ഇറ്റ് ഇൻ യുവർ കമന്റ് സെക്ഷൻ. നമ്മളതിലേക്ക് കൂടുതൽ ശ്രദ്ധ കൊടുക്കുകയും നിങ്ങളുടെ സംശയം മാറുന്ന വരെയുള്ള അടുത്ത വീഡിയോസിൽ അല്ലെങ്കിൽ എങ്ങനെ വേണമെങ്കിലും നമുക്ക് അത് ചെയ്യാനുള്ള അല്ലെങ്കിൽ ഒരു ഗൂഗിൾ മീറ്റിലോ എങ്ങനെ ഏത് രീതിയിലും നമുക്കത് ചെയ്യാവുന്ന ഒരു രീതിയിലേക്കാണ് നമ്മളത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. And thank you all for being with us. Thank you.